ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ഒരു തിരുവെഴുത്ത് വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യെശയ്യാ പ്രവചനം 59 അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യം വായിച്ച് സഹായിപ്പാൻ അപേക്ഷിക്കുന്നു. രക്ഷിപ്പാൻ കഴിയാതോടും യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതോടും അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. മഹത്വവാനും പരിശുദ്ധനുമാകുന്ന ഞങ്ങളുടെ ദൈവമേ, നല്ല സന്ധ്യയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വാത്സല്യ ഭവനത്തിൽ സഭയായി കൂടി വന്ന് പ്രാർത്ഥിപ്പാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച വിലപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം. എളിയവർക്കും ഈ ശുശ്രൂഷയിൽ ഇന്ന് രാത്രി സംബന്ധിപ്പാൻ ലഭിച്ച വിലപ്പെട്ട അവസരങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ ദാസിദാസന്മാരെ എല്ലാവരെയും ആശീർവദിക്കണം. ഈ ഭവനത്തിൽ പാർക്കുന്ന നിന്റെ മക്കളെ കടാക്ഷിക്കണം. ഇപ്പോൾ ഞങ്ങളോടുകൂടെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ സംബന്ധിക്കുന്നവർക്കും അനുഗ്രഹമാക്കണം. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തണമേ. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥനയും ദയമൂലം കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒരിക്കൽ കൂടി ആ തിരുവെഴുത്ത് വായിച്ച് സഹായിച്ചാട്ട്. രക്ഷിപ്പാൻ കഴിയാതോണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതോണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. മുഖകാന്തിയൻ മ്ലാനത നീക്കും, നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും, നിന്മധുരാമൃത വചനം ഖിന്നതയാകെ പോകും. നിന്മധുരാമൃത വചനം ഖിന്നതയാകെ പോകും. മഹിമയേഴു പരമേശ, മഹിമയേശു മഹേശ, മഹിമയേഴു പരമേശ, മഹിമയേശു മഹേശ. മുകിൽ അതിമഹത്വമുള്ള നാമത്തിന് സ്തോത്രം. അനുഗ്രഹപ്രദമായ ഈ സന്ധ്യാസമയത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന ആദരണീയ കർത്തൃദാസൻ പിന്നിപ്പാസ്റ്റ് കുടുംബം, ഈ സഭയോട് ബന്ധപ്പെട്ട് എല്ലാ ശുശ്രൂഷകൾക്കും കൈത്താങ്ങൽ കൊടുക്കുന്ന സഭയുടെ ചുമതലപ്പെട്ടവര്, ഈ രാത്രിയിലെ ഈ കോട്ടേജ് മീറ്റിംഗിൽ ഇവിടെ സംബന്ധിക്കുന്ന എല്ലാ ബഹുമാനരായ പ്രിയപ്പെട്ടവർ, ഏവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു സന്ദർഭം ലഭിച്ചതിനാല് ദൈവത്തിന് മഹത്വം കരയിട്ടു. ദൈവവചന ശുശ്രൂഷയ്ക്ക് സമയം അനുവദിച്ച കർത്തൃദാസനോടും ചുമതലപ്പെട്ടവരോടും
ഒരിക്കൽ കൂടി നന്ദിയും ചൊല്ലുന്നു. ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ ഈ വാത്സല്യ ഭവനം വിശേഷിച്ച് ജോൺസന്റെ ഭവനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമാണ്. ഏറെ വർഷത്തെ ആത്മീക ബന്ധം ഈ ഭവനവുമായിട്ടുണ്ട്. ജോൺസന് ചെറുപ്പത്തില് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങ് മംഗലാപുരത്ത് മർദ്ദാളത്ത് ആ ഭവനത്തിൽ പോയി പാർക്കുവാനും ചെറുപ്പത്തിൽ തന്നെ അവിടെ ശുശ്രൂഷകൾക്കൊക്കെ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ പലയിടങ്ങളിൽ വന്ന് ആ ഭവനത്തിൽ പാർത്ത് അവിടുത്തെ സഭയിലുമൊക്കെ ശുശ്രൂഷിപ്പാൻ ഒന്നല്ല പല ആവർത്തി ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ആത്മീക ബന്ധമാണ് ഇന്ന് വരെയും ഞങ്ങളെ നിലനിർത്തിയത്. ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. നിങ്ങൾക്ക് ചിലർക്ക് അറിവുണ്ടായിരിക്കും, അറിവില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കുന്നത് ഉചിതമാണെന്നറിയാം. ജോൺസന്റെ പിതാവാണ് ജോർട്ടിച്ചാന്, അദ്ദേഹത്തിന്റെ പിതാവാണ് പീലിച്ചായന്, പീലിച്ചായന്റെ പിതാവാണ് അമ്പ്രയി ചാക്കോച്ചൻ. നിങ്ങള് ചിലര് വായിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. പാളം തെറ്റിയ തീവണ്ടി എന്ന് പറയുന്ന പുസ്തകം, ഏഴംകുളം സാൻകുട്ടിയുടെ പുസ്തകത്തില് പല വ്യക്തികളെ പരാമർശിക്കുന്ന കൂട്ടത്തിൽ ആ വല്യപ്പച്ചനെ പറ്റി പരാമർശിക്കുന്നുണ്ട് അമ്പ്രയി ചാക്കോച്ചൻ. ഇനിയും വേറൊരു ബന്ധം, ഇന്ത്യ ദേവസഭയുടെ മുൻ ഓവർസിയറായിരുന്നു മൺമറഞ്ഞ എം വി ചാക്കോ സാറ് മലയമറ്റത്തിൽ. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ജോൺസന്റെ ഫാദർ ജോർജ് കുട്ടിച്ചായന്റെ രണ്ടാമത്തെ മാവിയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. ആ മാവിയുടെ മകനാണ് ജെയിംസ് വർഗീസ് പാസ്റ്റർ, ഇപ്പോൾ ഡാളസിൽ ഇവിടെ ഉണ്ട്. അങ്ങനെ ആ ഭവനമെല്ലാം കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്ത ഭവനമാണ്. ഞാന് അമ്പ്രയി ചാക്കോച്ചനെ കണ്ടിട്ടില്ലെങ്കിലും പഴമക്കാര് പറഞ്ഞുള്ള അറിവില് അദ്ദേഹവും 4 ആൺപിള്ളേരും കൂടെ ഏത് കവലിൽ നിന്ന് പാട്ട് പാടിയാലും വായുകുളിക്ക് പോകുന്നതിനും വായുകുളിയെ വേണ്ട പാട്ട് കേൾക്കാന്ന് പറയും. അവര് പീലിച്ചായനും തോമാച്ചായനും പാപ്പച്ചായനും തോമാച്ചനുമായിട്ട് ഞാൻ ഒത്തിരി അടുത്തിടപെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഓർക്കാറുണ്ട്, പഴയ തറവാടിന്റെ തൂണയില് ഒരു തൂണയെന്ന് കാലം നീട്ടി ഇങ്ങോട്ടൊരാളിരിക്കും, ഇപ്പോഴെ ഒരാൾ അങ്ങോട്ടും ഇരിക്കും. അവരെ കൈത്താളത്തിൽ പാട്ട് പാടും, നമ്മൾ കേട്ടിരിക്കും. ഞാൻ ചില പാട്ടുകളൊക്കെ അവരിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ മാതാവ് ജോയമ്മ തലവടി ദൈവസഭയുടെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് കൊച്ചുവാമൂട്ടിലെ കുടുംബം. ആ ഭവനത്തിലെയാണ് കർത്തദാസി. ആ ദൈവദാസിയുടെ സഹോദരൻ ഫിലിപ്പച്ചനെ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ഇപ്പോൾ ചെയ്യുന്നു. അദ്ദേഹവുമായിട്ട് ഏറെ വർഷത്തെ ആത്മീക ബന്ധമുണ്ട്. അദ്ദേഹം ഇരിക്കുന്ന എല്ലാ സഭകളിലും വിളിക്കുകയും ശുശ്രൂഷകൾക്ക് പോകുവാനുമൊക്കെ ഇടയായിട്ടുണ്ട്. ഇപ്പോഴും ആ ബന്ധം തുടരുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ് ജോൺസന്റെ ഭവനം. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ കർണാടകത്തിലെ ആദ്യത്തെ പെന്തിക്കോസുകാരിൽ പ്രധാനപ്പെട്ടവരാ അമ്പ്രയക്കാർ. ഇത്രയും പറഞ്ഞ ഭാഗം ഒന്ന് നിർത്തുക. ഇനി ജോൺസൺ ഓർപ്പിച്ചതുപോലെ ഒന്ന് രണ്ട് പേരെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതും ഇത്തരണത്തിൽ ഉചിതമാണ്. അത് നിങ്ങൾക്ക് ചിലരെ അടുത്ത് അറിവില്ലാത്തത് കൊണ്ടാണ്. പ്രിയ അച്ചക്കുഞ്ചാനും രായിച്ചാനും അത് എന്നോടുള്ള ബന്ധത്തിൽ, ജോൺസനോടുള്ള ബന്ധത്തിലാണ് ക്ഷണിച്ച് ഈ രാത്രി യോഗത്തിൽ സംബന്ധിക്കുന്നത്. അവര് കപ്പാമൂട്ടിൽ പ്രദേശം എന്ന സാധാരണ അമേരിക്ക പലരും അറിയുന്നത്. അപ്പോൾ റാണി നെല്ലിക്കാമണ്ണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പ്രധാനപ്പെട്ട കുടുംബങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കുടുംബമാണ് കപ്പാമൂട്ടിലെ ഭവനം. അവിടെ എല്ലാവരുമായിട്ട് അടുത്ത ആത്മീക ബന്ധം ഏറെ വർഷങ്ങളായിട്ട് പുലർത്തുവാൻ ദൈവം കൃപ നൽകുന്നു. രായിച്ചാന് കഴിഞ്ഞ ആഴ്ചയിൽ തിരുവല്ലയിലെ ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട്, ഹബ്രോൻ സഭ. അവിടെയാണ് കഴിഞ്ഞ ആഴ്ചയിലും പോയി ആരാധിച്ചത്. അപ്പോൾ ഈ ആഴ്ച വീണ്ടും ഇങ്ങനെ ഒരു കൂട്ടായ്മ ലഭിച്ചു. അച്ചക്കുഞ്ചാൻ കടന്നു വന്നു. അച്ചക്കുഞ്ചാന്റെ മകളെയാണ് ഡോക്ടർ നമ്മുടെ ബേബി വർഗീസിന്റെ മകൻ വിവാഹം ചെയ്തിരിക്കുന്നത് ഇവിടെ ഇർവിങ്. അപ്പൊ അങ്ങനെയുള്ള ആത്മീയ പശ്ചാത്തലവും പാരമ്പര്യവും ഉണ്ട്. അവരൊക്കെ അമേരിക്ക വന്നിട്ട് ഏറെ വർഷങ്ങളായി. അവരെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ തിരുവല്ല സഭയുടെ ഒരു മെമ്പേഴ്സ് കൂടാണ് അവര്. എല്ലാ യോഗങ്ങളിലും സംബന്ധിക്കുകയും ഓൺലൈനായിട്ടും വിളിക്കുകയും ക്ഷേമങ്ങൾ അറിയുകയും നാട്ടിൽ വരുമ്പോഴെല്ലാം അവിടെ വന്ന് സഭായോഗത്തിൽ സംബന്ധിക്കുന്നു. ഈ പ്രാവശ്യം 2 ആഴ്ചത്തേക്ക് അവയത് ഒരാഴ്ച അവിടെ കൂടിയത്. അപ്പോൾ അങ്ങനെയുള്ള ആ നല്ല ബന്ധങ്ങൾക്കായിട്ട് ദൈവത്തിന് മഹത്വം നിരക്കുന്നവരുടെ മൂത്ത ജ്യേഷ്ഠൻ തോമസുട്ടിക്കാനുമായിട്ട് വളരെ അടുപ്പമായിരുന്നു. ആ നല്ല ആത്മീക ബന്ധങ്ങൾക്കായി സ്തുതിക്കുന്നു. അവരും ഈ രാത്രി വന്ന് സംബന്ധിക്കുന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു.
ഞാൻ ഈ പ്രാവശ്യം ഡാളസ് വന്ന് പ്രിയ ബഹുമാനപ്പെട്ട ഷാമുവേൽ കോശി പാസ്റ്റർ നടത്തുന്ന കൺവെൻഷനിൽ പ്രസംഗിക്കാൻ എന്നെ വിളിച്ചു. അപ്പോൾ ആ ശുശ്രൂഷയ്ക്കായിട്ട് വന്നു. അപ്പോൾ അത് വരുന്നെന്ന് അറിഞ്ഞുകൊണ്ട് അമേരിക്കയുടെ പല സ്ഥലങ്ങളിൽ നിന്ന് പലരും നാട്ടിൽ എന്നെ വിളിച്ച് കാര്യങ്ങൾ യോഗങ്ങൾ ക്രമീകരിച്ച് അങ്ങനെ ക്രമീകരണത്തോടാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ യോഗങ്ങൾക്കെല്ലാം പോയി ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി. ദൈവം അനുവദിച്ചാൽ വരുന്ന ദിവസം നാട്ടിലേക്ക് ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ള നാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ആത്മീയ കൂട്ടായ്മ ലഭിച്ചതിൽ ദൈവത്തിന് മഹത്വം ലഭിക്കും. അപ്പോൾ ഷാമുവേൽ കോശി പാസ്റ്ററുടെ വീട്ടിലെ വന്ന ആഴ്ചകളിൽ താമസിച്ചു. അതിനുശേഷമായിട്ട് ഫ്ലോറിഡയിലും ഡെൻവറിലും ഷിക്കാഗോയിലും ന്യൂയോർക്കിലും ഫിലഡൽഫിയയിലും ഒക്കെ കൺവെൻഷനുകളും യോഗങ്ങളും ഉണ്ടായിരുന്നു. അതിന് ശേഷമായിട്ട് പിന്നെ വന്ന് കഴിഞ്ഞപ്പോൾ പ്രിയ ലിബു ബ്രദറും റൂബി സിസ്റ്ററും കുഞ്ഞുങ്ങളും അപ്പോൾ ഇവിടെ വന്നപ്പോഴേ അവർ പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരാഴ്ച ഞങ്ങളുടെ കൂടെ താമസിച്ചേച്ച് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വന്നു കഴിഞ്ഞ് ആ ഭവനത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. എന്നിരുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അവരുമായിട്ടും ഏറെ വർഷത്തെ ആത്മീക ബന്ധമുണ്ട്. അവര് ഷാർജയിലെ വർഷിപ്പ് സെന്ററിലെ വിൽസൺ ജോസഫ് പാസ്റ്ററുടെ സഭയുടെ സജീവ അംഗമായിരുന്നു. ആ സഭയിലും ആ സ്ഥലത്തുമൊക്കെ ധാരാളം പ്രാവശ്യം പോയി ശുശ്രൂഷിപ്പാൻ ഇടയായിട്ടുണ്ട്. അന്ന് വളരെ ആത്മീക ബന്ധമാണ്. അവരുടെ ഭവനങ്ങളുമായിട്ടും ആത്മീക ബന്ധമുണ്ട്. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരും ഈ രാത്രി യോഗത്തിൽ സംബന്ധിക്കുന്നു. അപ്പോൾ തന്നെ പ്രിയ ഷാജി ചായനും കർത്താവിൻ്റെ ദാസി കൃപ, കുഞ്ഞുങ്ങള്, മൂത്ത മകനാണ് രൂപസ്, അമ്മച്ചിയും വന്നിട്ടുണ്ട്. അമ്മച്ചി വന്നില്ലേ? ഒന്ന് കൈ പൊക്കിക്കോ. അപ്പോൾ വാത്സല്യ മാതാവ് കർത്താവിൻ്റെ വേല ചെയ്ത ഒരു ധീര വനിതയാണ്. അവര് ദീർഘവർഷങ്ങൾ നാട്ടിലെ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്തു. ഒടുവില് അച്ചായനെ പാലക്കാട് സെൻട്രൽ പാസ്റ്ററായിട്ടാണ് ദൈവസന്നിധിയിലെ ഒടുവിൽ ചേർക്കപ്പെടുന്നത്. അനേക ഇടങ്ങളിൽ വളരെ കഷ്ടതയും പ്രയാസവും ഒക്കെ സഹിച്ച് കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്ത മാന്യ കർത്തദാസിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ വളരെ ബഹുമാനമാണ്. എനിക്ക് കുറച്ചുകൂടെ അടുപ്പ എൻ്റെ അമ്മയുടെ പേര് തന്നെ കർത്തദാസിയുടെ പേര്. അല്പം സാമർഥ്യമൊക്കെ ഉള്ളവർ ആ പേരുകാർ, കുഞ്ഞമ്മ എന്നാ പേര്. അപ്പം എനിക്കതുകൊണ്ട് കുറച്ചുകൂടെ വളരെ ബഹുമാനവും ആദരവും ഉണ്ട്, കാര്യപ്രാപ്തിയുള്ളവർ. അപ്പോൾ മാന്യ കർത്തദാസിയെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഇവിടെ മൂന്നാമത്തെ കൺവെൻഷനിലെ ഹാർമോണിയം വായിച്ചത് പ്രിയ മകളാണ്. ഈ അമ്മച്ചിയുടെ കൊച്ചുമോള് കൃപയാൻ്റെ ഷായിച്ചാൻ്റെ മകൾ ഹസ്ബൻഡാണ് രൂപസ്. മോള് വയലിൻ വായിച്ചു. അത് ശുശ്രൂഷയ്ക്ക് വളരെ അനുഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് രാത്രി വിശേഷിച്ച് ഈ മാന്യ സഭ, ആ സഭയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ജോൺസനെ ഓർക്കുന്ന സമയത്ത് ഈ സഭയെ ഓർത്തും സ്തോത്രം ചെയ്യുവാൻ പല സന്ദർഭങ്ങളിൽ ഇടയായിട്ടുണ്ട്. വിശേഷിച്ച് കർത്താവിൻ്റെ ദാസി അന്നമ്മനയിലാൻ ആ നാട്ടിലെ മാന്യ കർത്തദാസി ആയിരുന്ന സന്ദർഭങ്ങളിൽ ചില യോഗങ്ങളിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് സംബന്ധിപ്പാനും നന്നായിട്ട് ദൈവവചനം വളരെ പരിജ്ഞാനത്തോടെ ശുശ്രൂഷിക്കുന്ന പക്വതയുള്ള ആ മാന്യ കർത്തദാസി ഇവിടെ വന്നപ്പോൾ ശാരീരിക ക്ഷീണമുണ്ടെന്ന് അറിഞ്ഞു. ജോൺസനെ ഞാനിവിടെ യാത്ര ചെയ്തപ്പോൾ ദൈവദാസിയെ വിളിച്ച് ഒരു വാക്ക് സംസാരിപ്പാനും പ്രാർത്ഥിപ്പാനും ഇടയായി. ആ കർത്തദാസിയെ ദൈവം വീണ്ടും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് ഇത്തരണത്തിൽ പ്രാർത്ഥിക്കുന്നു. പിന്നെ പരിചയപ്പെടാൻ തുടങ്ങിയാൽ പലരും പരിചിതര. കർത്താവിന് മഹത്വം. അരിയച്ചായനും കുടുംബവും തറശ്ശേരിയിലെ അരിയച്ചായനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന നാട്ടിൽ വന്നു. അമ്മച്ചിയെ കാണാൻ ഞാൻ ഇവിടെ പോയി. വളരെ സന്തോഷമായിരുന്നു. കുഞ്ഞുങ്ങളെ എല്ലാവരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനിയച്ചാൻ്റെ അനുജനെ തോമസ് കുട്ടിച്ചാൻ വിവാഹം ചെയ്തിരിക്കുന്നത് പുറമറ്റത്തെ ഒറ്റപ്പളാക്കലെ ഒറ്റിമത്തായി സാറിൻ്റെ മൂത്ത മകള് ഷീബ എന്ന് പറയുന്ന കർത്തദാസിയാണ് വിവാഹം ചെയ്തത്. അവര് ഷീബയും ഷീലയും അവരെല്ലാവരുമായിട്ട് ആത്മീയ ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇളയ അനിയൻ, മൂത്തത് നിബു, ഇളയ അനിയന് കൊച്ചുമോൻ, അദ്ദേഹവുമായിട്ടും വളരെ ദീർഘവർഷത്തെ ആത്മീയ ബന്ധമുണ്ട്. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് എല്ലാവരുടെ മേലും കൃപ നൽകട്ടെ. യൗവനക്കാർക്കായി, യൗവനകാരികൾക്കായി, ബാലിസിന്റെ കുഞ്ഞുങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സന്തോഷകരമായൊരു അനുഭവം. കർത്താവിന്റെ ദാസൻ, ഞങ്ങളെ ബിരിച്ചാൻ എന്നാണ് വിളിക്കുന്നത്, ഒഫീഷ്യൽ നെയിം കുര്യാക്കോസ് തന്നെ. അപ്പം ഞാൻ രക്ഷിക്കപ്പെട്ട് സാക്ഷ്യമെല്ലാം ചിലർക്കറിയാം. അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. അന്ന് സുഖമില്ലാതെ വളരെ പ്രയാസപ്പെട്ടു, വളരെ ചികിത്സകൾ ചെയ്ത് ഭേദമൊന്നും വന്നില്ല. അന്നത്തെ വിശ്വാസം അനുസരിച്ച് പല കാര്യങ്ങളും ചെയ്ത് ഞാൻ എല്ലാ ദിവസവും രാവിലെ പോയിട്ട് ക്ഷേത്ര ദർശനം നടത്തുന്നയാളാണ്.
അപ്പോൾ ഒരു സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം നടന്ന് ഇതുപോലെ രണ്ടാം മുണ്ട് ഉണ്ട്. അമ്പലത്തിൽ പോകുമ്പോൾ ഷർട്ടിടാനൊക്കത്തിൽ അകത്ത് കയറുന്നു. അപ്പം ഞാൻ സാധാരണ വീടിനടുത്തായതുകൊണ്ട് രണ്ടാം മുണ്ട് ഉണ്ട്. അപ്പം ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ട് കയ്യിൽ പ്രസാദമൊക്കെ ഉണ്ട്, കളപ്പക്കുറിയുണ്ട് ശരീരത്ത്. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ഒരു വീടിന്റെ മുറ്റത്ത് യോഗം നടക്കുന്നത്. ആ യോഗത്തിൽ ഇദ്ദേഹത്തിന്റെ മാതാവും ഇവരുമൊക്കെ ഉണ്ട്. അപ്പൊ ദൂരെ മാറി ആ യോഗം ഇങ്ങനെ ശ്രദ്ധിച്ചു, വിവരിക്കുന്നില്ല. അപ്പൊ സുഖമില്ലാതെ ചികിത്സകളൊക്കെ ചെയ്യുന്ന സമയമാണ്. അന്നത്തെ വിശ്വാസം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. എങ്കിലും അറച്ചും മടിച്ചുമൊക്കെ ദൂരെ നോക്കുന്നെങ്കിലും ഹൃദയത്തിലൊരു ചിന്ത, ഇവര് പ്രാർത്ഥിച്ച സൗഖ്യം കിട്ടും. അങ്ങനെ വിശദീകരിക്കുന്നില്ല, മുൻപോട്ട് ചെന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അന്ന് ധാരാളം കർത്തദാസന്മാര് ആ മുറ്റത്തെ യോഗത്തിലുണ്ടായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ആളായിരുന്നു തകഴിയിലെ മൺമറഞ്ഞു പോയ തകഴി തങ്കച്ചായൻ എന്ന് പറയും. ആ കർത്തദാസൻ കരിമാടി തങ്കച്ചൻ എന്നും പറയും. അദ്ദേഹവും ഒരു കരുവാറ്റ ജോൺസൺ പാസ്റ്റർ, പിന്നെ ഒരു ബാബു പാസ്റ്റർ, ഇവര് പലരുണ്ടായിരുന്നു. അന്ന് അവിടുത്തെ ശുശ്രൂഷകനായിട്ടിരിക്കുന്നത് റാന്നിയിലെ വെള്ളക്കല്ലിലെ പ്രസാദ് പാസ്റ്റർ. അദ്ദേഹം ആണ് ഇവിടുത്തെ ചർച്ചബോർഡിലെ ശുശ്രൂഷകൻ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട യോഗം നടക്കുക. മറ്റു ചിലരുണ്ട്. അന്ന് രാത്രി ആ യോഗത്തിൽ ചെന്ന് സംബന്ധിച്ചു. അവിടെയുള്ള ദൈവമക്കളും കർത്തദാസന്മാരും പ്രാർത്ഥിച്ചു. ദൈവദാസന്മാര് ചിലര് ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു സൗഖ്യമാണ്. ഉദ്ദേശം അന്ന് രാത്രി ഒരു 11:45 രക്ഷിക്കപ്പെടുവാൻ ദൈവം കൃപ നൽകി. ആരും എന്നെ നിർബന്ധിച്ചില്ല, പറഞ്ഞതല്ല. ഞാൻ തന്നെ കളവക്കുടിയെല്ലാം തുടച്ചു കളഞ്ഞ് കയ്യിലിരുന്ന് ഇതെല്ലാം അങ്ങ് ഒരു തൊട്ടുപാതൊക്കെ കണ്ടോ അവിടോട്ട് കളഞ്ഞു. വളരെ സന്തോഷത്തോടെ ഭവനത്തിലേക്ക് പോയി. അന്ന് മുതൽ ഇന്ന് വരെ ദൈവം നിർത്തി. അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയാൽ ദൈവം ഇതുവരെ നിർത്തി. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം. ഇദ്ദേഹത്തിന്റെ മദർ ബിനിജായനെ ഞങ്ങള് ബിൻജാൻ എന്നാണ് വിളിക്കുന്നവര്. 3 ആണുങ്ങളാണ്. മൂത്തത് ബിജു പാസ്റ്റർ, രണ്ടാമത്തത് ഇദ്ദേഹം, ഇളയത് ബിനോയ് ഞാനുമാണ് കൂടുതൽ അടുപ്പം. എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ പോലെ കൂട്ടുകാരാ. അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ ബിജു പാസ്റ്റർ ആദ്യം വിവാഹം ചെയ്തത് ചിലർക്കറിയാം, ലോഡിപ്പാപ്പച്ചൻ എന്ന് പറയുന്ന കർത്തദാസിന്റെ മൂത്ത മകളെ ബെറ്റി. ആ കർത്തദാസി അവര് മരുന്നൊന്നും എടുക്കത്തില്ല, രോഗശാന്തിക്ക് വേണ്ടി നിന്നതാണ്. ആ മാന്യ കർത്തദാസി ദൈവസ്ഥിതി ചേർക്കപ്പെട്ടു. വീണ്ടും അദ്ദേഹം നിർബന്ധത്താല് വിവാഹം കഴിച്ചു. ആ വിവാഹം കഴിച്ചതിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരു സഹോദരി, എന്റെ ശ്രീകരൻ ബിജു ഫ്രാൻസിസിന്റെ പെങ്ങളാണ്. കളരിക്കൽ എസ്റ്റേറ്റിലായിരുന്നു ഇവര് ജോലി. ആ കർത്തദാസിയെ വിവാഹം കഴിച്ചു. കർത്താവിന്റെ വേല ചെയ്യുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ അമ്മ, ഞാൻ എല്ലാവരും മമ്മി എന്നാ വിളിക്കുന്നത്. കാരണം ഇവര് 3 പേരും മമ്മി എന്ന് വിളിച്ച് നാട്ടുകാരെല്ലാം മമ്മി എന്നാ വിളിക്കുന്നത്. അപ്പൊ തിരുവനന്തപുരത്തെ മമ്മി എന്നാ എല്ലാവരും പറയാം. നല്ല സാമർത്ഥ്യക്കാരിയായിരുന്നു. ഒരു 6 അടി പൊക്കമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കുകയും ചെയ്യും. ആരോട് സുവിശേഷം പറയും, എല്ലാവരുടെ സുവിശേഷം പറയും. അതിന് പ്രത്യേക മെത്തേഡൊക്കെ ഉണ്ട് പുള്ളിക്കാരി. അതൊന്നും ഞാൻ ഇപ്പം വിസ്തരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ആ കർത്തദാസി മുഖാന്തരമാണ് കാവാലത്ത് ചർച്ച് ഓഫ് ഗോഡിന്റെ സഭ തുടങ്ങുവാൻ ഇടയായത്. അതിനു മുമ്പ് പ്രവർത്തനമുണ്ട്, ആ ഭാഗത്തേക്ക് പോകുന്നില്ല, കാരണം അതിപ്പോ പറയണ്ട. അപ്പം അതിനു മുമ്പ് ഇവിടെ പ്രവർത്തനവും ശുശ്രൂഷകളൊക്കെ നടക്കുന്നെങ്കിലും ഇന്ത്യ ദൈവസഭയ്ക്ക് ഒരു സഭ ഇവിടെ വരാൻ കാരണം തിരുവനന്തപുരത്തെ കുടുംബമാണ്. അവര് കനാനായ സമുദായത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട മാന്യ കുടുംബമാണ്. കർത്തദാസന്റെ മാതാവ് തിരുവനന്തപുരത്ത് ലീലാമ്മ എന്നാ എല്ലാവരും വിളിക്കുന്നെങ്കിലും മമ്മി എന്നാ ഞങ്ങളെല്ലാം വിളിക്കുന്നത്. എല്ലാവർക്കും മമ്മിയാ, ഡിസ്ട്രിക്റ്റിലും മമ്മിയാ. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഓർഗനൈസറുമായിരുന്നു ലേഡീസിന്റെ. ആ കർത്തദാസി ചുമല് കൊടുത്തത് കൊണ്ട് അവരുടെ വസ്തുവാണ് അന്ന് സഭയ്ക്ക് കൊടുത്തത്. അതിന്റെ മറ്റു കാര്യങ്ങൾ എനിക്ക് വിശദമായിട്ട് അറിയത്തില്ലെങ്കിലും ആ സ്ഥലം ദൈവസഭയ്ക്ക് അവരുടെ കൊടുത്ത് അങ്ങനെ അവിടെ ഒരു ചർച്ചക്കൂടിന്റെ സഭ കാവാലത്ത് ഉണ്ടായത്. അപ്പൊ അതിന്റെ പ്രഥമ ശുശ്രൂഷകനായിട്ട് സണ്ണി സക്കറിയ എന്ന് പറയുന്ന കർത്തദാസൻ കടന്നു വന്നു, ശുശ്രൂഷിച്ചു. അതിനുശേഷം തോമസ് സക്കറിയ, ഞങ്ങളുടെ ശ്രീധരൻ പാസ്റ്റൂമൊക്കെ ചിലർ പറയും തോമസ് സക്കറിയ അവർ വന്നു. 3ാമത്തെ ശുശ്രൂഷകനാണ് പ്രസാദ് പാസ്റ്റർ. അദ്ദേഹം ശുശ്രൂഷിക്കുന്ന കാലത്താണ് ഞാൻ രക്ഷിക്കപ്പെട്ടു വരുന്നത്. അപ്പോൾ ദൈവസഭയ്ക്ക് മറക്കാൻ പറ്റാത്ത ഒരു മാന്യ കുടുംബമാണ് ആ കർത്തദാസന്റെ കുടുംബം. ആ ഭവനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാജ്യത്ത് ഞങ്ങൾക്ക് ഒന്നിച്ച് ഇങ്ങനെ ഒരു കൂട്ടായ്മ ലഭിച്ചത് ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം. വിശേഷിച്ച് ഈ ദേശത്ത് കടന്നു വരുവാൻ എനിക്ക് വിസിറ്റിങ്ങിനാണെങ്കിലും ഇവിടെ വരാനൊത്തല്ലോ, വലിയ കാര്യം, ദൈവത്തിന്റെ മഹത്വം. ഞാന് പലയിടങ്ങളിൽ പറയും ചിലർ യോജിക്കത്തില്ല, ഞാൻ എന്നാ പറഞ്ഞാലും ചിലർ യോജിക്കുകയല്ല. അത് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം. എന്നാലും ഇന്ന് ചിലരൊക്കെ ഇച്ചിരി യോജിക്കുന്നുണ്ട്. അപ്പം നിങ്ങള് ഇവിടെ ഞാനെപ്പോഴും പറയും, നിങ്ങൾ പലരും അമേരിക്കയെ വലിയ അത്ഭുതമൊന്നും അല്ല ആണെന്ന് എനിക്ക് തോന്നുന്നില്ല.
നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഞാനിവിടെ വന്നത് ഒരത്ഭുതമാണ്. വിശദീകരിക്കാം, ഏതായാലും വെറുതെ ഇരിക്കല്ലോ. വിശദീകരിക്കാം. നിങ്ങള് പലരും ഇവിടെ വന്നത് വലിയ അത്ഭുതമാണെന്ന് എനിക്ക് തോന്നാത്തതിന്റെ കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയാം. ഒന്ന്, തെറ്റിദ്ധരിക്കരുത്, നിങ്ങൾക്ക് വലിയ കുടുംബ മഹിമയൊക്കെ ഉള്ളവരാ. അതിപ്പം നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ അവസരം കിട്ടുമ്പോൾ പറയും, ഞാൻ ഇന്ന കുടുംബത്തിൽ പറയല്ലേ, ആരും വേണ്ടുകാര കപ്പാമുട്ടിലാന്ന് പറയില്ലേ, വേണ്ടുകാര പറയും, തിരുവനന്തപുരത്താന്ന് പറയല്ലേ, പറയും. നിങ്ങളെല്ലാവരും ചോദിച്ചാൽ പറയും ഇല്ലേ? എനിക്ക് എന്റെ ഭാഷ അങ്ങനെ വലിയ കുടുംബ മഹിമയൊന്നും പറയാനില്ല, നിങ്ങൾക്കുണ്ട്. രണ്ട്, നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് വിദ്യാഭ്യാസമില്ല. അത് അറിയാമല്ലോ. ഇന്നലെ ഒരാൾ പറഞ്ഞു, അയാളെ നിനക്ക് ഇവരൊക്കെ ഒത്തിരി പറയുമെന്ന്. അതാ ശരി, വിദ്യാഭ്യാസമില്ല. നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമുള്ളവരാ. അപ്പം അതുകൊണ്ട് ഇവിടെ വന്നത് വലിയ അത്ഭുതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ എനിക്ക് വലിയ കുടുംബ മഹിമയില്ല. രണ്ട്, വിദ്യാഭ്യാസവും നന്നായിട്ടില്ല. മൂന്ന്, നിങ്ങളിൽ പലർക്കും നല്ല കളറുണ്ട്, എനിക്ക് നല്ല കളറില്ല. ഇല്ല, അത് നിങ്ങളിൽ ചിലരുണ്ട്, എന്നാലും ഞാൻ ഓപ്പണായിട്ട് പറയാം. അപ്പൊ നിങ്ങൾക്ക് മൂന്ന് വിധത്തിലെ ക്വാളിറ്റി ഉണ്ട്. ഇനി നാല്, നിങ്ങളുടെ ആരുടെയും ബന്ധുക്കാര് ഇവിടെ ഉണ്ട്. എവിടോട്ടെങ്കിലും തൊട്ടാൽ എവിടെയും മിണ്ടുകയല്ല. ഒന്നെങ്കിൽ ഭാര്യ വന്ന പുറകെ വന്നതാ, ഇരുപ്പ് കാണുമ്പോ അറിയാം. അതല്ലെങ്കിൽ അനിയത്തിയോ ചേട്ടത്തിയോ കൊണ്ടുവന്നതാ, അതും ചിലരുടെ നോട്ടോ ഇരിപ്പും കാണുമ്പോൾ അറിയാം. ചോദിച്ചിട്ട് ഞാൻ മകനും കുടുംബം ഉള്ളത് കൊണ്ട് വന്നതാ. എല്ലാവരും അങ്ങനെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും. അവര് വന്നത് സഹോദരിയുടെ ആങ്ങളമാര് ഇവിടെ ഉണ്ടായിരുന്നു, 10-30 വർഷമായിട്ട് അവര്, അങ്ങനെ അവരും വന്നത് ഇവിടെ എല്ലാവർക്കും. അപ്പൊ നിങ്ങൾക്കെല്ലാം നമ്മുടെ വിയോ തോമസിന്റെ അനിയൻ വന്നില്ലയോ? പാലയില് എന്ത് കൈ പാത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെ ഞങ്ങൾ രാവിലെ ഒന്ന് പരിചയപ്പെട്ടപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് അറിയത്തില്ലെന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞ് പാഷയ്ക്ക് ചിലപ്പോൾ അറിയത്തില്ല. ഞാൻ പറഞ്ഞ് കാര്യം പറഞ്ഞപ്പോ പിന്നെ പറഞ്ഞ പാഷയ്ക്ക് എല്ലാം അറിയാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഇയമ്പൂരുള്ള പാഷയുടെ മകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരാളെ ഡേവിഡ് തോമാച്ചാന്റെ മോൻ കെട്ടി, ഒരാളെ മണ്ടേ ജോർച്ചാൻ, ഓമനിമാമിൻ ജോർച്ചാൻ റാന്നിയിലെ വിവാഹം ചെയ്തു. പിന്നെ പിന്നിപ്പാസ്റ്റർ നാട്ടിലുണ്ട്, വളരെ അടുപ്പമാണ്. അപ്പം അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെ വിയോ തോമസ്, മോൻസിൽ ഉപ്പാപ്പനെ ഇദ്ദേഹം. അപ്പൊ ആ പറഞ്ഞൊക്കെ ആയിട്ട് ബന്ധമുണ്ട്. അപ്പൊ പിന്നെയും മനസ്സിലായി. അപ്പൊ അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. അപ്പം ആ ദൈവം ഇവിടെ വരാൻ കാരണം അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഏതെങ്കിലും വിധത്തിൽ ബന്ധങ്ങളും എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ മനസ്സിലായോ? ഞാൻ വന്നത് വലിയ അത്ഭുതമാണ്. നിങ്ങൾ വന്നത് വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നില്ല, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ടും തോന്നുന്നില്ല. എന്നാലേ ഈ പൊട്ടനും കുടുംബശ്രേഷ്ഠതയില്ല, വലിയ മഹത്വം ഒന്നും പറയാനില്ല. ആൾക്കാര് പറയുന്നത് വിവരദോഷിയാണ്. കറക്റ്റാ, വിവരദോഷിയാണ്. എന്തായാലും വിവരദോഷിയാകുന്ന എനിക്ക് ഇവിടെ വരാൻ, നിങ്ങളോട് വിവരമുള്ള നിങ്ങളുടെ നടുവിൽ ഇങ്ങനെ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി. അതിനായിട്ട് ദൈവത്തിന് ഒരു പഴയ പാട്ടുകള് പാടുന്നെന്ന് പറയത്തില്ല, പറയുക. അടുത്ത കാലത്ത് ഒരു നല്ല പറഞ്ഞു, നിങ്ങൾ രണ്ടും കൂടെ കിടന്ന് കാറുന്ന എന്തിനാണ് പാടുന്നെന്ന് പോലും അവർ പറഞ്ഞില്ല. അമ്മ പറയുക കാറുന്ന എന്ത്, അപ്പൊ കാറില്ല. എന്തായാലും അറിയാവുന്നൊരു ചേർന്ന് പാടിക്കുവാൻ പറയക്കാരെല്ലാം പാട്ടുകാരെങ്കിലും പഴയ രണ്ട് വരി. കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാമര, കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാമര, ഒപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ, നരക്കൊപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ. മനുവേല വന്ദനം മണ്ണിലേനായി, മനുജാതിക്കായി വന്നതാ ഉന്നതാധിപാ. മനുവേല ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ. നീ കൃപ കാട്ടി നായക ജീവദായക, നീ കൃപ കാട്ടി നായക ജീവദായക. മനുവേല വന്ദനം മണ്ണിലേകന
മനുജാതിക്കായി വന്നതാ ഉന്നതാധിപ മനുവേല കുപ്പയിൽ നിന്നുമുയർത്തി നീ ശ്രേഷ്ഠരാമരാർ കുപ്പയിൽ നിന്നുമുയർത്തി നീ ശ്രേഷ്ഠരാമരാർ ഒപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ നരക്കൊപ്പമിരുത്തിയതെന്നയം കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതുപോലെ തന്നെ പിന്നിപ്പാസ്റ്റിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കാനഡായി വെച്ച് ഞങ്ങൾക്ക് ഒന്നിച്ച് കൂട്ടായി ഇവിടേക്ക് വരുന്നതിന് മുമ്പ് 2017 അദ്ദേഹമായിട്ട് ആത്മീയ കൂട്ടായ്മകൾ കാനഡയിൽ വെച്ച് ലഭിച്ചു. ഞങ്ങൾക്ക് ഒന്നിച്ച് ശുശ്രൂഷ ചെയ്യുവാനും ശുശ്രൂഷിപ്പാനും ഒക്കെ ഇടയായി. ഇവിടെ വന്നപ്പോൾ അദ്ദേഹമാണ് ഇവിടുത്തെ ശുശ്രൂഷകരെന്ന് അറിഞ്ഞു. അതായിട്ട് ദൈവത്തിന് മഹത്വം. തന്നെയും തന്റെ കുടുംബത്തെ ഈ ശുശ്രൂഷകളെയും ആ ശുശ്രൂഷ ഈ സഭയ്ക്ക് അനേക കുടുംബങ്ങൾക്ക് പിന്നെയും അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഓർപ്പിച്ചല്ലോ, ഈ പ്രാവശ്യം ശാമുവേൽ കോശി കൺവെൻഷൻ ക്രമീകരിച്ചു. അങ്ങനെയാണ് വിളിച്ചത്. അപ്പം ഞങ്ങളുടെ തിരുവല്ലയിൽ ഒരു കൂട്ടായ്മയുണ്ട്. നിങ്ങൾ ഇനി ചിലർ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. കുറച്ച് പേര് ഇവിടെ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്നു. അപ്പോൾ ആ കോവിഡിന്റെ സമയത്താണ് കൂട്ടായ്മ ആരംഭിച്ചത്. അപ്പം അന്ന് ഓൺലൈനിലൊക്കെ ധാരാളം പേര് ആ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്നുണ്ടായിരുന്നു. അനേകര് അത് അനുഗ്രഹമായി പിന്നീട് വിളിക്കുമ്പോഴൊക്കെ പറയും. തന്നെയല്ല, പലരും പല രീതിയിലാ. ഈ പണ്ട് ആനയെ കാണാൻ പോയല്ലോ 3-4 പേര്. ഒരുത്തം പറഞ്ഞു തൂണ് പോലാന്ന് പറഞ്ഞു, ഒരുത്തം പറഞ്ഞു വലിയ മുറം പോലെ ആന. അപ്പം ചെന്ന് പിടിച്ചതെല്ലാം കാലയിലും ചെവിയിലുമാണ് എന്ന് പറഞ്ഞ പോലെ ഈ കൂട്ടായ്മ പല നിലയിലാ ചിലർക്ക് പ്രയോജനം. അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ മോളി പ്രസംഗം കേട്ടാ ഉറങ്ങുന്നെന്ന്. ഞാൻ പറഞ്ഞ ആട്ടെ, ഉറങ്ങാനെങ്കിലും ഒതുങ്ങുന്നുണ്ടല്ലോ പ്രസംഗം, വളരെ നല്ല കാര്യം, സ്തോത്രം. വേറൊരു അമ്മ പറഞ്ഞു, ഉറക്കമില്ലാത്തപ്പോ ഞാൻ ഇത് കേട്ടോണ്ടാ ഇരിക്കുന്നു. അപ്പൊ ഉറക്കം ഉള്ളവർക്കും ഗുണമാ, ഇല്ലാത്തവർക്കും ഗുണമാ. ദൈവത്തിന് മഹത്വം. പുൽപ്പള്ളിയിൽ ഒരു ചീരം പാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ 2ാമത്തെ മകനാണ് ബിനു. എന്റെ ഒരു സ്നേഹിതനാ, UK-യിലായിരുന്നു. ആ കോവിഡിന്റെ സമയത്ത് ആ മാന്യ കർത്തദാസൻ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അന്ന് മുതൽ എനിക്ക് ദുഃഖമുണ്ട്. അദ്ദേഹത്തിന്റെ മകന് 21 വയസ്സിലാണ്. അവിടെ UK-യിൽ ജനിച്ചു വളർന്നതാ. മലയാളം വായിക്കാനും ശരിക്ക് എഴുതാനും ഒന്നും അറിയത്തില്ല. എങ്കിലും നാട്ടിൽ വന്നപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ അങ്ങ് ബത്തേരി ചെന്നു. വീട്ടിൽ ചെന്ന് താമസിച്ച് ഞങ്ങളെല്ലാം ഒന്നിച്ച് അദ്ദേഹത്തിന്റെ അപ്പന്റെ ഏട്ടൻ സുറിലെ വിവാഹം ചെയ്തേക്കുന്നത് ജോൺസന്റെ വീടിനടുത്ത് ഫോറസ്റ്റ് എന്ന് പറയാം. അദ്ദേഹത്തിന്റെ മകളെയാണ് വിവാഹം ചെയ്തത്. അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളുണ്ട്. അപ്പം ആ പയ്യനെ വന്നപ്പം ഒരു സാക്ഷ്യം പറഞ്ഞു, പാസ്റ്ററുടെ ഞാന് നിങ്ങളുടെ ഓൺലൈൻ പ്രയറൊക്കെ കൂടി 218 പാട്ട് കാണാതെ പഠിച്ചെന്നു. മലയാളമൊന്നും അറിയാൻ മേല. അപ്പൊ ഞാനൊരു ദേവൻ ചുമ്മാ പറഞ്ഞതായിരിക്കും. 218 മലയാളം പാട്ട്, അത് കൂടുതൽ സൈമൺ സാറിന്റെ പാട്ട്. നോക്കിയിട്ടൊക്കുന്നില്ല. നിങ്ങൾ നോക്കി പെട്ടെന്ന് അടച്ചു വെച്ചേക്കാം, നമുക്ക് ഇവിടെ കിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പൊ നല്ല പയ്യനെ 218 പാട്ട് കാണാതെ പഠിച്ചു. അപ്പൊ ഞാനടുത്ത് ചുമ്മാ പറഞ്ഞു. അപ്പൊ അവന്റെ മാമി പറഞ്ഞു പഠിച്ചു പാസ്റ്റർ എന്ന് പറഞ്ഞു. ഞാൻ എങ്ങനെ പഠിച്ചു? അപ്പൊ ഞങ്ങൾ പാടുമ്പോൾ ഇവനതെല്ലാം തപ്പിയെടുത്ത് ഇംഗ്ലീഷിലാക്കി എല്ലാം കാണാതെ പഠിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു പാട്ട് പാടിക്കും. അപ്പൊ അവന് തുടക്കത്തിൽ പാടുക മേലുള്ള റഷലേമി. നമ്മൾ നോക്കിയിട്ട് ഒക്കുന്നില്ല. അപ്പൊ അവൻ കാണാതെ പഠിച്ചു. അങ്ങനെ 218. അപ്പം അങ്ങനെയും ആ ശുശ്രൂഷകർക്ക് ഗുണമായി. ദൈവത്തിന് മഹത്വം. ഞാന് കാനഡയിൽ ഒരിക്കൽ ചെന്നപ്പോൾ നമ്മുടെ ജോൺ തോമസ് അപ്പം അവിടുത്തെ ജോൺ തോമസ് സൺഡേ അന്ന് ശനിയാഴ്ച ന്യൂയോർക്കിലുണ്ട് അദ്ദേഹം. ഞാനവിടെ സഹായത്തിനുള്ളത് കൊണ്ട് പുള്ളിക്ക് അവിടെ വരണം. അപ്പൊ ന്യൂയോർക്കിലുള്ളവർ പറഞ്ഞു ഇന്ന് പോകണ്ട, രാത്രി വണ്ടി ഓടിക്കണ്ട. അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല പോകണം, കാവാലം പാസ്റ്റർ സഭയിലുണ്ട്. പറഞ്ഞ അത് നടത്തട്ടെ, എല്ലാവരും പോകണ്ട, രാത്രി അസമയമാണ്, രാത്രി പോകണ്ട പോകണം നിർബന്ധിച്ചു വിലക്കി. അപ്പൊ അദ്ദേഹത്തിന്റെ സഹധർമ്മണി പറഞ്ഞു പൊക്കോ. ഒരു പോമടി പറഞ്ഞു കൊടുത്തു. കാറിലോട്ട് കയറിയാണ് കാവാലം പാസ്റ്റർ പ്രസംഗം വിട്ടേക്കണം, കാനഡ ചെല്ലുമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നോട് പറഞ്ഞു സാക്ഷ്യമാണ്. അപ്പം ന്യൂയോർക്കിൽ നിന്ന് വണ്ടിയെ കയറി പ്രസംഗം വിട്ടു. എനിക്കൊന്ന് 2 പ്രസംഗം അങ്ങനെ കിട്ടും. കാനഡയിലെത്തി. അപ്പം അതും ഗുണമാന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു ഏതെങ്കിലും വിധത്തിൽ ഗുണമുണ്ടായി. ചിലര് എതിരുകാരുണ്ട്, അവരും ഇത് കാണുന്നില്ല, കുരുക്കൊണ്ടോന്ന് കാപ്പാൻ. അത് നല്ലതാണ്. നമുക്ക് എതിരുള്ളവരുണ്ട്, എല്ലാവരും അനുകൂലമല്ലല്ലോ. എതിര് കക്ഷികൾ ഇങ്ങനെ നോക്കി എന്തേലും അതിനകത്തിന്. അപ്പൊ അവർക്കും അത് ഗുണമാണ്.
പിന്നെ ചിലര് നമ്മളെ വെച്ച് യൂട്യൂബിന്റെ ഒക്കെ രീതി 10 പൈസ പറ ഉണ്ട്, അതും ഗുണമാണ്. അവർക്ക് അങ്ങനെയും ഗുണമുണ്ടല്ലോ. എന്തായാലും ഏതെങ്കിലും ഒക്കെ വഴി കൂടെ ആർക്കെങ്കിലും ഒക്കെ ഗുണമുണ്ട്. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ഇന്ന് രാത്രി നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം വരട്ടെ. അപ്പൊ നമുക്ക് ഇന്ന് രാത്രി ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പൊ അങ്ങനെ ഈ ദേശത്ത് വന്നു. ഈ കൺവെൻഷനുകളെല്ലാം പലയിടങ്ങളിൽ ക്രമീകരിച്ചു. എനിക്ക് ഭാഷയുടെ ബുദ്ധിമുട്ടുണ്ട്. യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെതായ പോരായ്മകളും പ്രയാസമുള്ളത് കൊണ്ട് ഈ ദേശത്ത് വന്നപ്പം 2 കുഞ്ഞുങ്ങളെ ദൈവം ഒരുക്കി. അതിൽ ഒരാള് മേഴ്സി സിസ്റ്ററുടെ മകനെ, ഇളയ മകൻ ജോയല്, അവനെ 10 ദിവസം അവധി എടുത്തുകൊണ്ട് എൻ്റെ കൂടെ ഫ്ലോറിഡയിലും അതിനുശേഷം അവിടുന്ന് ഡെൻവറിലും ഒക്കെ വന്ന് വീണ്ടും തിരിച്ച് ഡെൻവറിൽ വന്ന് എന്നെ ചിക്കാഗോയിലെ നമ്മുടെ അനിയച്ചായൻ്റെ അനിയൻ തോമസ് കുട്ടിച്ചായൻ്റെ സഹധർമ്മേണയുടെ ഭവനത്തിൽ കൊണ്ടുവന്നാക്കി തിരിച്ച് ജോയിലിന് ഡാലസിൽ പോന്നു. അത് കഴിഞ്ഞപ്പം ജോഷുവ ഋതമ്പാടുമൊക്കെ വായിക്കുന്ന ആളാ കൺവെൻഷന് വേണ്ടി സഹായത്തിനായിട്ട് ജോഷുവ വീണ്ടും ചിക്കാഗോയിൽ വന്ന് എന്നെയും കൊണ്ട് ന്യൂയോർക്കിലും ഫിലഡൽഫിയയിലും ഒക്കെ പോയി ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഡാലസിൽ കൊണ്ടുവന്നു. പ്രിയ അലക്സിറ്റായൻ കുടുംബവും അവരിന്ന് വന്നില്ല, ഓതറല്ലേ, അവരെ ഒക്കലഭമായി കൊണ്ടുവിട്ടു. അവിടുന്ന് ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ വണ്ടിയിൽ ഇവിടെ കൊണ്ടുവിട്ടു. അപ്പൊ സഹായത്തിനായിട്ട് ദൈവം ഓരോരുത്തരെല്ലാം ഒരുക്കി. കർത്താവിന്റെ കരുണയ്ക്കായിട്ട് സ്തോത്രം. അങ്ങനെ സഹായം ചെയ്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെന്ന്. എന്റെ കാരണം ഞാൻ 2 ദിവസം കഴിഞ്ഞ് നാട്ടിലോട്ട് പോവുക. ആരെങ്കിലും അവർ ഓൺലൈനിൽ വല്ലതും കാണുന്നുണ്ടെങ്കിൽ അയാളെ ഇതിലെല്ലാം കൊണ്ടാണ് നന്ദിയില്ലാത്തവൻ, അവരക്ഷരം പോലും മിണ്ടാതെ പോയല്ലോ എന്ന ഒരു ഖേദം വരണ്ട. അതുകൊണ്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പഴുതടച്ചേ വർത്താനം പറയാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങ് ആ പഴുതങ്ങ് അടക്കിയ കർത്താവിന് മഹത്വം. അവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഒരാൾ എന്നോട് പറഞ്ഞു, ഈ രാജ്യത്തൊന്നും ഇങ്ങനെ ആരും വരികയെന്ന് പറഞ്ഞു. ആരുടെയും കൂടി ഇങ്ങനെ വരുവോ എടുക്കുമോ ഒന്നും ചെയ്യരുത്. കാരണം ആരുടെ കുഴപ്പമല്ല, എല്ലാവർക്കും ബന്ധപ്പാടാണ്. അപ്പൊ ഞാൻ അവരോടൊരു കാര്യം പറഞ്ഞവരോട് ഞാനിത് വിതച്ചേച്ചിരിക്കുന്ന ആളാണ്. വിതയ്ക്കുന്നതാ പോയി നാട്ടിലെ എൻ്റെ വീട്ടിൽ വന്നിട്ടുള്ളവർ സഹകരിക്കുന്നവർക്കറിയാം. ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അങ്ങനെ സഹായം ചെയ്യാനുള്ള മനസ്സ് എനിക്കുണ്ട്, ചെയ്യുകയും ചെയ്യും. ഞങ്ങളുടെ പന്തളത്തെ തോമാച്ചന് ന്യൂയോർക്കിൽ നിന്ന് നാട്ടിലെ 2-3 മാസം വന്ന് നിന്നു. എൻ്റെ കൂടെ ഏറെ ദിവസം വന്ന് താമസിച്ചു. അദ്ദേഹം പന്തളത്താണ് താമസിക്കുന്നത്. മിക്ക ദിവസവും യോഗം കഴിഞ്ഞ് ഞാൻ വണ്ടിയിലെ സഹോദരന്മാരെയും കൂട്ടി തോമാച്ചനെ അവിടെ കൊണ്ട് വീട്ടിൽ വിടും. തോമാച്ചനങ്ങ് ബുദ്ധിമുട്ട്. ആദ്യം ഒരു ദിവസം വിട്ടു, തിരുവല്ല ഇന്ന് പന്തളത്തെ അർത്തിമുക്കിനടുത്താണ് കൊണ്ടുവിട്ടു. പിന്നെ യോഗത്തിന് വരുമ്പോൾ തോമാച്ചൻ പറയാൻ പോകുന്ന പാസ്റ്റർ വരുന്നില്ല. ഞാൻ ചെന്ന വരാത്തന്റെ കാര്യം അത് ബുദ്ധിമുട്ടല്ലേ. ഞാൻ പറഞ്ഞു, തോമാച്ചൻ അമേരിക്കയിൽ പോകുന്നത് വരെ ഇനി എവിടെ പോയില്ലേലും എത്ര യോഗത്തിന് വരുന്നോ അത്ര യോഗത്തിന് ഈ വണ്ടിയെ കൊണ്ടുവിടും, വിടാന്ന് പറഞ്ഞു. അത് കഴിവിന്റെ പരമാവധി അതൊക്കെ ചെയ്തു. അങ്ങനെ ഒരു സംഭവം പറഞ്ഞത് ഇവിടുതുപോലെ അനേക കാര്യങ്ങൾ. അപ്പം നാം വിതയ്ക്കുന്നതാ കൊയ്യുന്നത്. ദൈവത്തിന്റെ മഹത്വം. നാം വിശ്വസ്തയോടെ കർത്താവിനെ ഭജിച്ചാൽ ഒരു ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളെ ഉയർത്തുന്നത് ദൈവമാണ്. നമ്മുടെ മനസ്സാണ് ദൈവം നോക്കുന്നത്. എന്തോ ഉദ്ദേശത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്, അതാ ദൈവം നോക്കുന്നത്. കർത്താവ് ഹൃദയമല്ലേ നോക്കുന്നത്. ദൈവത്തിന്റെ മഹത്വം. നല്ല മനസ്സോടെ വിശ്വസ്തയോടെ ഭക്തിയോടെ ദൈവത്തെ ഭരിക്കുന്ന ആർക്കും ദോഷം വരാൻ ദൈവം അനുവദിക്കത്തില്ല. ധാരാളം സാക്ഷ്യങ്ങള് ഇതിനോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ കൊള്ളാന്നുണ്ടെങ്കിലും ഇന്നതിനെ മുതിരുന്നില്ല. ഈ യാത്രകളൊക്കെ ചെയ്തപ്പോൾ ദൈവത്തിന്റെ പരിപാലനം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു പ്രത്യേകത, തെറ്റിദ്ധരിക്കരുത്, മറ്റു രീതി ഒന്നും ചിന്തിക്കരുത്. നല്ല ചിന്തയോടെ ഞാൻ ഉദ്ദേശിച്ച ആശയം തന്നെ നിങ്ങൾ എടുക്കാവൂ. ബഹുജനം പലവിധമെന്നാണല്ലോ. ഏത് രാജ്യത്ത് എവിടെ ചെന്നാലും അങ്ങോട്ട് വിളിച്ച് ഒരു ശുശ്രൂഷയ്ക്ക് എന്നെ വിളിക്കണം, അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് തരണം എന്ന് പറയുവാന് ഇതുവരെ ഇടയായിട്ടില്ല. അത് അഹങ്കരിച്ച് പറഞ്ഞതല്ല. എന്നാൽ ചിലരെ അങ്ങനെ വിളിക്കും. അത് തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല. എന്നാൽ ദൈവകൃപയാല് എനിക്ക് അങ്ങനെ ഒരു അവസരം വന്നിട്ടില്ല. അത് ദൈവത്തിന്റെ കരുണയാ. നാളത്തെ എന്താണെന്ന് അറിയാം. എന്നാൽ ചിലരെയൊക്കെ വിളിക്കും. അത് ആ സ്നേഹബന്ധത്തിലാണ് വിളിക്കുന്നത്. ഇദ്ദേഹത്തെ ഞാൻ വിളിച്ചില്ല. അദ്ദേഹം എവിടുന്നോ ആരാ നമ്പർ തന്നത്? നമ്മുടെ ഫ്ലോറിഡയിലെ നിങ്ങളുടെ ബന്ധം ചെറുതന്നെയല്ലേ. അപ്പൊ അങ്ങനെ കഴിവിന്റെ പരമാവധി വിളിക്കാതെ ചിലരെ വിളിക്കും. ചിലര് രോഗികളാ, അല്ലെ ക്ഷീണിതരാ, അല്ലെ പ്രായം, അവരെ ഒന്ന് വിളിക്കും. ക്ഷേമം പറയാനാ, മീറ്റിങ്ങിനല്ലേ, ഓപ്പണായിട്ട് പറയാം. അങ്ങനെയുള്ള ചിന്തയിൽ വിളിക്കുന്നതല്ല. ചിലര് അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അത് സ്നേഹബന്ധത്തില്ല. എന്നാലേ മീറ്റിങ്ങിനായിട്ട് അങ്ങനെ വിളിക്കാറില്ല. അത് വിളിക്കുന്നത് തെറ്റാണെന്നോ വിളിക്കുന്നത് ശരിയല്ലെന്നല്ല എന്റെ വാദം. ദൈവകൃപയാൽ
ചിലയിടത്തൊക്കെ ഇങ്ങനെ മീറ്റിംഗ് ആളുകൾ ക്രമീകരിക്കും. അത് കഴിഞ്ഞ് പെട്ടെന്ന്, കാരണം ഞാൻ എൻ്റെ ചിന്ത ശരിയോ തെറ്റോ നിങ്ങളെങ്ങനെ ഉൾക്കൊള്ളുന്നത്. ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരാളെ വിളിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ പലരെയും വിളിച്ച് ശുശ്രൂഷ ചെയ്ത് ഓപ്പണായിട്ട് പറയാൻ കൈവടക്കം കൊടുത്താൽ വിടുന്നത്. എനിക്ക് ചിലപ്പോൾ ആദ്യ അനുഭവമായിരിക്കാം. നിങ്ങൾ 100 കാര്യം ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ നിമിത്തം ഒരു പ്രയാസം വരരുതെന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. പരിചിതരാണെങ്കിൽ ധാരാളം ആൾക്കാരെ പരിചിതരാ. ഞാൻ വിളിച്ചാൽ വണ്ടിയായിട്ട് എൻ്റെ അടുക്ക വന്ന് എന്നെ കൊണ്ടുപോകാൻ കടപ്പാടുള്ളവരും ഈ അമേരിക്കയിൽ 100 കണക്കിന് ആൾക്കാരുണ്ട്. ഓരോ സ്റ്റേറ്റിലുമുണ്ട്. എന്നാൽ ആർക്കും അതൊരു പ്രയാസമായി വരരുന്നുള്ള ചിന്തയോടെ കഴിവിൻ്റെ പരമാവധി മുൻപോട്ട് പോകുന്നത്. ഇനി അഥവാ ആർക്കെങ്കിലും വല്ല പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടും കളയുക. ദൈവത്തിന് മഹത്വം. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. യാത്ര ചെയ്തപ്പോഴെല്ലാം ദൈവത്തിന്റെ പരിപാലനവും ദൈവത്തിന്റെ കൃപയുണ്ടാകും. അനേക ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ മഹാകൃപയും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് വരെ നിൽക്കുന്നത്. പിന്നെ എൻ്റെ ഒരു ജീവിതത്തിന്റെ ഒരു രീതി, ഏത് വിഷയം വന്നാലും ഞാൻ മറുപടി പറയത്തില്ല, എതിർക്കാനും ഉടക്കാനും പോകത്തില്ല, ഞാൻ മുട്ടയിലിരിക്കും. നിങ്ങളോട് ഞാനിത് തന്നെ പറയാനുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾ, ഏത് പ്രതികൂലങ്ങൾ, ഏത് പ്രശ്നങ്ങൾ വന്നാലും എതിർക്കാൻ പോകരുത്, ഉടക്കാൻ പോകരുത്, കേസിനും കോടതിക്കും വഴക്കിനും ഒന്നും പോകരുത്. അടിയന്തര കമ്മിറ്റി കൂടരുത്, ഇടയ്ക്കൊരു കൂട്ടം കൂടരുത്. ആരുമില്ലാത്ത സമയത്ത് മുഴങ്കാലും മേലിരിക്കണം. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഉന്നതന് മീതെ ഉന്നതനും അവന് മീതെ അത്യുന്നതൻ വ്യാപരിക്കും. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ദൈവം തന്നെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ മാറത്ത് പൊൻകച്ച് കെട്ടിയവനായി ചുട്ടുപഴിപ്പിച്ച വെള്ളോടുന്ന സദൃശമുള്ള പ്രാണമുള്ളവനായി 7 നക്ഷത്രം വഴങ്ങിയിൽ പിടിച്ച് നിലവിളക്കുന്ന നടുവിൽ നിരേക്ക് നിരച്ച് നടകൊടുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. എനിക്ക് 15-ാം തീയതി നാട്ടില് കൺവെൻഷൻ ഉണ്ട്. അതുകൊണ്ട് ഇച്ചിരി നിശ്ചയിച്ച ഡേറ്റിൽ നേരത്തെ പോകേണ്ടതുണ്ട്. മുട്ടപ്പള്ളി കൺവെൻഷന് 16-ഉം 17-ഉം, തിരുവനന്തപുരത്ത് 19-ാം തീയതി കൊട്ടാരക്കരയ്ക്ക് അപ്പുറം കൺവെൻഷൻ. അങ്ങനെ പല കൺവെൻഷനുകൾ നേരത്തെ ക്രമീകരിച്ചതാണ്. അവർ നോട്ടീസും ഒക്കെ അടിച്ചപ്പോൾ ആ സമയത്ത് അവിടെ ചെല്ലണം. എന്നാൽ ഇവിടെ വന്നപ്പം വേറെ ചിലരൊക്കെ പല സ്റ്റേറ്റുകളിൽ വീണ്ടും ശുശ്രൂഷയ്ക്കും കൺവെൻഷനും വിളിച്ചു. പക്ഷെ പോകാനൊക്കത്തില്ല. കാരണം അവിടെ ഡേറ്റ്. അപ്പോൾ ഒരാളിനോട് പറഞ്ഞു, അവിടുത്തെ ആണോ വലുത്, ഇവിടുത്തെ ആണോ വലുതെന്ന്. ഞാൻ പറഞ്ഞു, ഇവിടുത്തതും വലുതാണ്, പക്ഷെ ഡേറ്റ് കൊടുത്തെടുത്ത് ചെല്ലണം. കഴിവിൻ്റെ പരമാവധി ഞാൻ ചില യോഗങ്ങൾക്ക് പോകാതിരുന്നിട്ടുണ്ട്. അത് മരണം നമുക്ക് വേണ്ടപ്പെട്ടവർ കടന്നു പോയാൽ ഞാൻ മരണ വീട്ടിൽ പോകും. അങ്ങനെ ചില യോഗങ്ങൾ മുടങ്ങിയിട്ടുണ്ട്. കാരണം പ്രമാണമാണ് വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ അതുകൊണ്ട് പോകും. അല്ലാതെ കഴിവിൻ്റെ പരമാവധി യോഗങ്ങൾ മുടക്കാറില്ല. ഒരു വാക്ക് പറഞ്ഞാൽ കഴിവിൻ്റെ പരമാവധി ഇങ്ങനെ മുടങ്ങിയിട്ടുള്ളത് മരണവീടുകളിൽ പോകുന്ന സമയത്ത് മുടങ്ങിയിട്ടുള്ളത്. മരണവീടുകളിൽ ഞാൻ പോകും. നാട്ടിലൊക്കെ നമ്മുടെ ദൈവമക്കളൊക്കെ പലരും കടന്നു പോകുമ്പോൾ രാത്രി ഡെഡ് ബോഡി ഭവനത്തിലുണ്ടെങ്കിൽ വെളുക്കോളം പോയിരുന്ന് പാട്ടും പ്രാർത്ഥന നടത്തും. അത് സഭാവ്യത്യാസം കൂടാതെ ബന്ധം ഒന്നും നോക്കുകയല്ല. ദൈവമക്കളാണോ ഞാൻ അറിഞ്ഞെങ്കിൽ അവസരം കിട്ടിയാൽ അവിടെ പോയിരുന്ന് ആമേ പാടാനും വെളുക്കോളം അല്ല, ധാരാളം സമയങ്ങളിൽ 1, 2, 10 അതെല്ലാം ദൈവം നീതിയായിട്ട് കണക്കിടുന്നുണ്ട്. എല്ലാത്തിനായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്രയും ഒന്ന് പറഞ്ഞ ഭാഗം ഒന്ന് വിടുക. ഈ യാത്രകളിലൊക്കെ ദൈവം കൂടെ ഇരുന്നു, കർത്താവിന്റെ കരുണയുണ്ടായിരുന്നു. എല്ലാത്തിനായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വായിച്ച തിരുവെടുത്തിന്ന് ഇന്ന് രാത്രി അല്പസമയങ്ങൾ ചിന്തിക്കാം. ഈ ഭവനത്തിന് അത് വിടുതലാകട്ടെ, കൂടപ്പെട്ടവർക്ക് വിടുതലാകട്ടെ, ഓൺലൈനിൽ ഇപ്പോൾ ആയിരിക്കുന്ന ദൈവമക്കൾക്കും അത് വിടുതലാകട്ടെ. ഒരിക്കൽ കൂടി ആ വാക്യം ഒന്ന് വായിച്ച് സഹായിക്കണമെന്ന് ആമേൻ കർത്തനാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തിന് മഹത്വം. രക്ഷിപ്പാൻ കഴിയാതവണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താണ്. നല്ല രക്ഷകന്റെ നാമം പാടി പാടും ഞാൻ. യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ. ഓ കോട്ട കൈത്തകർത്തി ഞാൻ ബലത്തവനെ, ഓ വീട്ടിയാപുരത്തവന്റെ കണ്ണടക്കി, ഓ വീട്ടിലെത്തുമോളം പൊൻമുഖത്തെ നോക്കിയോ. യേശു നല്ലവൻ, യേശു നല്ലവൻ, ഓ യേശു നല്ലവൻ, യേശു നല്ലവൻ. നല്ല രക്ഷകന്റെ നാമം പാടി പാടും ഞാൻ. യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ.
തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് അവൻ യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം. മോനെ മൈക്ക് വളരെ നന്നായിരിക്കുന്നു. ദൈവം ഞാൻ ആശയരോ നിന്റെ ആകാരം പുഷ്ടിയുള്ളത്, നീ രാജകീയ സ്വാഗതം പോലും കൊണ്ട് തൃപ്തി വരുത്തണമെന്ന 30, 40, 20 അങ്ങനെ തന്നെ ഭാവിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, യെശയ്യാ പ്രവചനം 59-ാം അധ്യായത്തിന്റെ പ്രാരംഭവാക്യം. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കയ്യെ കുറുകിയിട്ടില്ല. മക്കളെ, നിങ്ങൾ ഇച്ചിരി കൊണ്ട് നീ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുത്തേ. ഇവിടെ എഴുന്നേറ്റ് അവിടെ പോയി മോനെ ചെറിഞ്ഞോണ്ട് എനിക്ക് അവിടെ പാത്തിരിക്കുന്ന പോലെ അതേപോലെ എനിക്കൊന്ന് കാണണേ. ഇടയ്ക്ക് ഞാൻ കൊണ്ടത് സഹോദരി അവിടെ കിടന്ന് കറങ്ങാതെ ഇങ്ങോട്ട് കല്യാണം കൊണ്ട് നീങ്ങി. ഇന്ന് രാത്രി ചുരുങ്ങിയ സമയം കൊണ്ട് വചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് എടുക്കുക. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഈ രാത്രി ഈ ശുശ്രൂഷയിൽ ഭവനത്തിന് വിടുതലാകണം. കൂടെ വന്നിരിക്കുന്ന എല്ലാവർക്കും വിടുതലാകണം. രോഗികളായിട്ട് ആരെങ്കിലും വന്നെങ്കിൽ ഇന്ന് രാത്രി സൗഖ്യത്തോടെ തിരിച്ചു പോകണം. മനോഭാരത്തോടെ ഇന്ന് രാത്രി ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാകയ. ഇന്ന് രാത്രി രട്ടടിച്ച് സന്തോഷത്തെ ഉടിപ്പിക്കുന്ന ദൈവം, നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ദൈവം, രക്തത്തിനകത്ത് തസ്തിക്കകത്തിരിക്കുന്ന രോഗാണുക്കളെ ഉരുക്കി മാറ്റി സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തി അനുഭവിക്കുന്ന ഇന്ന് രാത്രി ദൈവത്തിന് മകത്ത് കൊടുക്കുക. നീ ക്ഷീണതയോടെ വന്നെങ്കിൽ ഇന്ന് രാത്രി ബലത്തോടെ തിരിച്ചു പോകണം. അവൻ സൗഖ്യമാക്കുന്ന യഹോവ, നിന്നെ വിടുവിക്കുന്ന യഹോവ, ഇന്ന് രാത്രി അത്ഭുതങ്ങൾ കഴിയുന്ന ദൈവം എല്ലാ
ഇന്ന് രാത്രി ശുശ്രൂഷിക്കുന്നത്. ബഹുമാനി കർത്തദാസ് എനിക്ക് ധാരാളം സമയം തന്നു. അതില് ചാരിതാർത്ഥ്യമുണ്ട്. ദൈവം തന്റെ ദാസനെയും സഭയെയും അനുഗ്രഹിക്കട്ടെ. 8:30 ആ യോഗം നിർത്തുമെന്ന് പറഞ്ഞു. കൃത്യസമയത്ത് യോഗം നിർത്തും. നിങ്ങൾ ചിന്തിക്കരുത്, പുള്ളിപ്പയ്യ തുടങ്ങുന്നതേ ഉള്ളൂ, ഇനി ഇന്ന് പോയിപ്പറ്റുണ്ടാകുമോ എന്ന് ചിന്തിക്കേണ്ട. കൃത്യത്തിലെ കാര്യങ്ങളെല്ലാം നടക്കും. നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുക. ദൈവത്തിന് മകത്ത് മറ്റ് ചിന്തകളൊന്നും വരരുത്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രിയുടെ കൂടപ്പെട്ടവരുടെ ഹൃദയവും മാംസവും ഒരുപോലെ ദൈവത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കണം. യെശയ്യാ പ്രവചനം 59 പ്രാരംഭവാക്യമാണ് വായിച്ചത്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കയ്യ് കുറുകിയിട്ടില്ല. യെശയ്യാ പ്രവചനത്തെ പറ്റി നിങ്ങൾക്കറിയാം. പ്രവാചക പുസ്തകങ്ങളിൽ വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും. പ്രവാചകന്റെ വലിപ്പം അനുസരിച്ചല്ല തിരിച്ചേക്കുന്നത്. ഇന്ന് അങ്ങനെ വലിയ പ്രവാചകൻ, ചെറിയ പ്രവാചകൻ. വലിയ പ്രവാചകൻ വിലയുള്ള വണ്ടിയേല് നല്ല കരുത്തി വരുന്ന ആള് വലിയ പ്രവാചകൻ. പ്രവചനം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വിലയുള്ള മൊബൈലും ബൈബിളിന്റെ പുറത്തോട്ട് വെക്കുന്നു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ വലിയ പ്രവാചകനാണ്. ചെറിയ പ്രവാചകന്റെ മൊബൈല് എന്തുവാ, എറിക്സന്റെയോ? അത് കമ്പനിയല്ലേ, മോട്ടറോള എന്തുവാ, അങ്ങനെ ഇത്തരമായിട്ടുള്ളത്. ഓ, നിങ്ങൾക്കൊന്നും അറിയാൻ മേല. നോക്കിയ അത് ചെറിയ പ്രവാചകന്റെ മൊബൈല്. വലിയ പ്രവാചകന്റെ മൊബൈല് നമ്മൾ അങ്ങനെയൊക്കെയാ വലിപ്പ ചെറുപ്പം. വലിയ പ്രവാചകൻ 108 കിലോ, ചെറിയ പ്രവാചകൻ കൊതുക് പോലിരിക്കുന്നു. വലിയ പ്രവാചകന്റെ ഡ്രസ്സ് ബലം കൂടിയത്, ചെറിയ പ്രവാചകന്റെ ഡ്രസ്സ് 150 രൂപയുടെ ഷർട്ട്. ഇതാണ് നമ്മുടെയൊക്കെ ചിന്ത. പക്ഷേ ഇവിടെ വലിയതും ചെറുതും തരംതിരിച്ചിരിക്കുന്ന പഠിക്കാനുള്ള വേഗത്തിന് പ്രവാചകന്റെ വലിപ്പവും തൂക്കവും അല്ല, പ്രവചനത്തിന്റെ ആഴമാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ വലിയ പ്രവാചകന്മാരാണ് യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ. അതിലെ വലിയ പ്രവാചകന്മാരുടെ നിരയിൽ അഗ്രഗണ്യനായ യെശയ്യാ പ്രവാചകൻ. നിങ്ങൾക്കറിയാം, വചനം പഠിക്കുന്നവരാ. യെശയ്യാ പ്രവാചകന് വേദപണ്ഡിതാക്കൾ കൊടുത്തിരിക്കുന്ന ഒരു വിശേഷ പദം അവൻ സുവിശേഷ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ പറ്റി അടുക്കടക്കായിട്ട് പ്രവചിച്ച പ്രവാചകനിൽ അഗ്രഗണ്യനാണ് അവൻ യെശയ്യാ പ്രവാചകൻ. പിന്നെ ക്രിസ്തുവിനെ പറ്റി പഴയ നിയമ പ്രവാചകന്മാര് വളരെ ധാരാളം പറഞ്ഞിരിക്കുന്നത് സെക്കറിയ പ്രവാചകനാണ്. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ വേദപുസ്തകത്തിന് 66 പുസ്തകമുള്ളതുപോലെ യെശയ്യാ പ്രവചനത്തിലും 66 അധ്യായങ്ങളുണ്ട്. അപ്പോൾ വേറൊരാൾ പറഞ്ഞിരിക്കുന്നത് അവൻ വേദപുസ്തകത്തിലെ ഒരു ചെറിയ വേദപുസ്തകമാണ് യെശയ്യാ പ്രവചനമാണ്. എന്തായാലും കൊള്ള ഈ പ്രവചനത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ക്രിസ്തുയേശുവിന്റെ ജനനം, ജനിക്കുന്നതിന് മുമ്പ് യേശു ജനിക്കുന്ന കാര്യം പ്രവാചകൻ അവൻ പ്രവചിച്ചു. നമുക്കറിയാം 7:14, 9:6 ഇതെല്ലാം നമ്മുടെ കർത്താവിന്റെ തിരുപ്പിറവിയെയും അവിടുത്തെ തിരുജനനത്തെ പറ്റി മുൻകൂട്ടി പ്രവചിച്ച പ്രവാചകനാണ് യെശയ്യാവ്. ഇത് കൺവെൻഷൻ ഇല്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. എടുത്ത വാക്യത്തിലേക്ക് വരാം. കർത്താവിന് മഹത്വം. അങ്ങനെ ഓരോ അധ്യായത്തിലും കാര്യങ്ങൾ പറഞ്ഞു. ഒടുവിൽ 59 പ്രാരംഭ വാക്യം നമ്മൾ വായിച്ചത്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കയ്യ് കുറുകിയിട്ടില്ല. നിങ്ങൾക്കറിയാം, വചനം പഠിക്കുന്നവർക്ക് യെശയ്യാ പ്രവചനം 58 അധ്യായം പഠിക്കുമ്പോൾ ഉപവാസ പ്രാർത്ഥനയും അതിന്റെ വ്യവസ്ഥകളും, വ്യവസ്ഥ തെറ്റിയുള്ള പ്രാർത്ഥനയും വ്യവസ്ഥ വെച്ചുള്ള പ്രാർത്ഥന, കൂടുതലും വ്യവസ്ഥ തെറ്റിയുള്ള പ്രാർത്ഥനയാണ്. വ്യവസ്ഥ തെറ്റിയുള്ള പ്രാർത്ഥന കേൾക്കുമ്പോൾ അറിയാം, കണ്ടമാനം നീട്ടും, മിണ്ടുന്നില്ല. കഴുകണമേ, ശുദ്ധീകരിക്കണമേ, ആട് കരയും പോലെ നമ്മുടെ പ്രാർത്ഥന. അതെ, പ്രാർത്ഥന ശ്രദ്ധിച്ചേ. മുട്ടനാട് കരയുമ്പോൾ തരണമേ, വിടിവിക്കണമേ, അല്ലേ? ഞാൻ വിവരിക്കുന്നില്ല. എന്തിനാ വിവരിക്കുന്നത്? വ്യവസ്ഥ പ്രകാരമുള്ള പ്രാർത്ഥനയുണ്ട്, വ്യവസ്ഥ ഇല്ലാത്ത പ്രാർത്ഥന. ആ ഭാഗം നമുക്ക് വിട്ടേക്കാം, വിശദീകരിക്കുന്നില്ല. വ്യവസ്ഥ പ്രകാരമുള്ള ഉപവാസം 58 6 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ നിങ്ങൾ പിന്നെ അവിടെ വായിച്ചാൽ മതി, അറിയാമല്ലോ ഭാഗം. ഇഷ്ടമുള്ള നോമ്പ്, ഇഷ്ടമുള്ള ഉപവാസം, അവൻ സ്തോത്രം. 6 മുതൽ ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചു, ഷടയെന്നൊന്ന് വായിച്ചു. ഇത്രയും സാമർത്ഥ്യവും നന്നായിട്ട് വായിക്കുന്ന ആളാണോ ഇതുവരെ മിണ്ടാതിരുന്നത്? അതുകൊണ്ട് ഇനി സഹോദരി തന്നെ വായിക്കും. അന്യായ ബന്ധനങ്ങളെ അടിക്കുക. അടുത്തത് പിന്നെ എല്ലാ മുഖത്തേക്കും തകർക്കുക. ഇതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസവും പ്രാർത്ഥനയും. ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. ഇനി അങ്ങനെ വ്യവസ്ഥ പ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിച്ചാലുള്ള അനുഗ്രഹങ്ങളാണ് താഴോട്ട് എഴുതിയിരിക്കുന്നത്. ഓടിച്ചു വായിച്ചു. വിശപ്പുള്ളവന് നിന്റെ അപ്പം കൊടുക്കണം. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവര് വിശപ്പുള്ളവര് കൊടുക്കണം, കൊടുത്തേ വെക്കൂ. അത് വ്യവസ്ഥയാ. അതിനെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെക്കരുതേ, കൊടുക്കണം. ബാക്കി വന്നാൽ വെച്ചോ, പക്ഷെ വിശപ്പുള്ളവന്
കൊടുത്തേച്ചേ. ആ പിന്നെ വായിച്ചു. മറക്കാതെ ഇരിക്കുന്നതും ഞാനതൊന്നും വ്യാഖ്യാനിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ നീ ചെയ്താൽ, ഉപവസിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, മറ്റുള്ളവരെ സഹായിച്ചാൽ, അഗതികളെ ചേർത്തണച്ചാൽ, നത്തനെ കണ്ടാൽ ഉടിപ്പിച്ചാൽ, അവരുടെ സാധുക്കൾക്ക് നീ ഒരു സഹായമായിട്ടിരുന്നാൽ, വിശപ്പുള്ളവരെ നിന്റെ അപ്പം മുറുകി കൊടുത്താൽ, അങ്ങനെയുള്ള നിനക്ക് ലോകം ചിലപ്പോ പറയും അബദ്ധമാണ് കാണിക്കുന്നത്, തങ്ങളുടെ ഇങ്ങനൊന്നും കൈവിട്ട് കളിക്കരുത് പറയല്ലേ ചിലര് മിണ്ടുകയല്ല. അത്ര വട്ടം പറഞ്ഞേക്കുന്നു ഇങ്ങനൊന്നും കൈവിട്ട് കളിക്കരുത്, എപ്പോഴും നമ്മുടെ കൈ നമ്മുടെ അങ്ങനെയൊക്കെ നമുക്ക് ചില ഡയലോഗ് ഉണ്ട്. പക്ഷേ വേറെ പുസ്തകത്തിലെ പ്രമാണം പറയാം, നീ വിശ്വസ്തയോടെ പരമാർത്ഥതയോടെ അങ്ങനെ ചെയ്താൽ, അടുത്ത വാക്യം പറയില്ലേ, നിന്റെ വെളിച്ചം ഉച്ചസ് പോലെ പ്രകാശിക്കും. പിന്നെ നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരുമെന്ന്. ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയത്തിൽ മുറിവോടെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരുത്തും. നിന്നെ മുറിപ്പെടുത്തിയവർ കാണും, നിന്നെ മുറിച്ചവർ കാണും, നിന്നെ കീറി മുറിച്ചവർ കാണും. ഇന്ന് രാത്രി വചനത്തിൽ കൂടെ നൂറ് പറയാ, നിന്റെ മുറിവുകൾക്ക് ഇന്ന് രാത്രി നിങ്ങൾ വേഗത്തിൽ പൊറുതി വരുത്തും. ഈ കത്തി കൊണ്ട് കുത്തുന്നതിനും കട്ടിയ വാക്കുകൊണ്ട് ഇല്ലേ? സത്യം പറ, കത്തിക്ക് കുത്തിയാൽ അത് കുത്തിക്കെട്ടി അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോഴാണെന്ന് വാക്കുകൊണ്ട് കുത്തിയാലോ രാത്രി പിന്നെ ഞെട്ടി എഴുന്നേറ്റ് വെള്ളം കുടിച്ചിരിക്കും. എന്നോട് അവളത് ഇല്ലേ, എന്നോട് അമ്മയത് പറഞ്ഞല്ലോ, എന്നോട് അച്ചായനത് ഭയങ്കര വേദനയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും പോകുന്നില്ല, വെറുതെ എന്തിനാ അലോഗ്യം ഉണ്ടാക്കുന്നത് ദൈവത്തിന് നോക്കാം. പക്ഷെ വചനം പ്രകടിപ്പിക്കുക, വേഗത്തിൽ പൊറുതി വരുത്തും. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരുത്തും. പിന്നെ അതൊരു വിഷയമാണ്. നിന്റെ നീതി നിനക്ക് നമ്മൾ പോകണ്ട, നമ്മൾ നടത്തിയും വേണ്ട. നിന്റെ നീതി നീ ചെല്ലുന്നതിന് മുന്നേ അങ്ങ് ചെല്ലും. നീ പ്രവർത്തിച്ചതും ചെയ്തതും അധ്വാനിച്ചതിനെ അറിയുന്നൊരു ദൈവമുണ്ട്. വിശ്വസ്തയോടെ ആത്മാർത്ഥതയോടെ നല്ല മനസ്സാക്ഷിയോടെ നീ ചെയ്തെങ്കിൽ അത് അറിയുന്നൊരു ദൈവമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് ഞാൻ ഒരു വിഷയം പറഞ്ഞു, നീതിയുടെ കാര്യം. ഞാൻ നിങ്ങളെ എങ്ങനെ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ അടുത്ത കാലത്ത് നിങ്ങൾ ഒരമ്മച്ചിയെ യൂട്യൂബിലൊക്കെ പരിചയപ്പെട്ടു, ഗ്രേസി അമ്മച്ചി പാട്ടൊക്കെ പാടുന്നേ കണ്ടിട്ടില്ലേ? ആ അമ്മച്ചി എൻ്റെ വീട്ടിൽ വന്ന് അടുത്ത കാലത്തും വന്ന് താമസിച്ചു. നല്ലൊരമ്മയാണ്, നല്ല പരിജ്ഞാനവും വകതിരിവും. അമ്മച്ചിയുടെ വീടിന്റെ ഡെഡിക്കേഷൻ ഞാൻ നടത്തി കൊടുത്തു. എന്നോട് പറഞ്ഞ വാസ്തു വന്ന് ചെയ്യണമെന്ന്. പുതിയ വീട് വെച്ചപ്പോൾ ഞാൻ പോയി ചെയ്തു. നല്ലൊരു അമ്മച്ചിയാണ്, വീട്ടിൽ വന്ന് വാർത്തിട്ടുണ്ട്. ഞങ്ങളുടെ സഭയിലെ ഇടയ്ക്കിടയ്ക്ക് അമ്മ വരും. നല്ലൊരു അമ്മയാണ്. ഇപ്പൊ അമ്മേനെ എല്ലാവരും മലയാളികളായി പ്രിയപ്പെട്ടവരില്ല. ഈയിടെ അമ്മ ഷാർജയിൽ നിന്ന് വിലസുന്നു. എന്റെ ഭാഷയൊക്കെ പറഞ്ഞതാ. എനിക്കത് കണ്ടപ്പോ സന്തോഷമായി. അതിന്റെ കാരണം പറയാം. അമ്മ ആരും അറിയാതെ ഒരു 40 വർഷത്തോളം പരസ്യവും നടത്തി. ഒരു കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല, അറിയിക്കാൻ അമ്മ താല്പര്യപ്പെട്ടു ഇല്ല, ആരും അറിഞ്ഞില്ല. അമ്മ ആത്മാർത്ഥമായിട്ടാണ് ചെയ്തത്. അത് സ്വർഗം അമ്മ കുറിച്ചു വെച്ചു ദൈവം. ഒരിക്കൽ ഞാൻ വണ്ടിയെ വരുമ്പോൾ കൊല്ലകടവിനപ്പുറേ കൊച്ചാലമൂടിന്റെ അവിടെ 2-3 സഹോദരിമാർ ഇന്ന് പരസ്യവും നടന്നത്. ഈ അമ്മയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് വണ്ടി അവിടെ സൈഡിലോട്ട് ഒതുക്കി കൊടുക്കാൻ പറഞ്ഞു. ഇറങ്ങിച്ചെന്ന് ഞാൻ അമ്മേനെ ഒന്ന് കണ്ടു, വെള്ളം കുടിക്കട്ടെ. അപ്പം അത് പിന്നീട് അമ്മ സഭയിൽ വന്നപ്പോൾ സാക്ഷി പറഞ്ഞു, ഈ അമ്മയാണെന്ന് എനിക്കറിയാമല്ല. അപ്പൊ എന്റെ ചിന്ത, എടാ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് 2 സഹോദരിമാര് വെയിലത്ത് നിന്ന് ചെയ്യുന്നു, എന്നേക്കാൾ അവര് ശ്രേഷ്ഠരാണ്. അത് ഞാനൊരു ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുക, വേറൊരു മീറ്റിങ്ങിന് ചെല്ലണം അങ്ങ് തൃശ്ശൂര്. സ്പീഡിൽ വന്ന വഴിയാ നോക്കിയപ്പോ 2 സഹോദരിമാര് ഒരമ്മ മൈക്കൊക്കെ പിടിച്ചു. നല്ല എന്റെ ഭാഷ നല്ല വിളക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടി അങ്ങോട്ട് നിർത്താൻ പറഞ്ഞു. നിർത്തി ഇറങ്ങി ചെന്ന് ഞാൻ അമ്മയെ കണ്ടു. അത് അമ്മ പിന്നെ സഭയിൽ വന്ന് സാക്ഷി പറഞ്ഞു. അങ്ങനെ ആരും അറിയില്ല ഈ അമ്മയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, ആരെ അറിയിക്കാതെ ആരും അറിയണ്ട, സ്വർഗം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ആരുടെയും ആരിൽ നിന്നും പ്രതീക്ഷിക്കാതെ അമ്മ 10-45 കൊല്ലം പരസ്യയോഗം നടത്തി. അത് ദൈവം കണ്ടു. അമ്മയ്ക്ക് മുമ്പായിട്ട് അമ്മയുടെ നീതി അങ്ങ് ചെന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി അതിന്റെ വെളിച്ചത്തിൽ പറയാ, ഞാനും നിങ്ങളും വിശ്വസ്തയോടെ വിശുദ്ധിയോടെ പ്രമാണത്തോടെ നിന്നാൽ
നിന്റെ നീതി നിനക്ക് മുമ്പായിട്ട് പുറപ്പെടും. നീ ചെല്ലുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ദൈവം ക്രമപ്പെടുത്തുന്നുണ്ട്. ദൈവം വിശ്വസ്തനാണ്. സ്തോത്രം. ദൈവം വിശ്വസ്തനാണ്. ദൈവം ആർക്ക് കടക്കാരനല്ല. ഇബ്രാഹിം 6-ാമത്തെ വാക്യം നമുക്കെല്ലാം മനഃപാഠമാ. സ്തോത്രം. വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിന് വായിച്ചു. 6-9 മുതൽ വായിച്ചു. എബ്രാഹിം 6-ാമത്തെ 9 മുതലുള്ള വാക്യം നമുക്കെല്ലാം മനഃപാഠമായി. എങ്കിലും ഒന്ന് വായിച്ചോ, സന്ദർഭം വന്നതുകൊണ്ട്. 6-9 മുതൽ വായിച്ചേ. എങ്കിലും എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നവർക്ക് നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളുടെ പ്രവർത്തിക്കും. പിന്നെ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുമെന്നൊക്കെ വേണം. അനീതിയുള്ള ദൈവമല്ല. നിന്നെ ആദരിക്കുന്ന ഒരു ദൈവമുണ്ട്, ഓർക്കുന്ന ദൈവമുണ്ട്, അവൻ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഞാനൊരിക്കല് മംഗലാപുരത്തെ ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ വണ്ടിയില്ല, ഒത്തിരി ദൂരം പോകണം. ജോൺസനെ ഒരു സ്കൂട്ടറല്ല എന്നെ കൊണ്ടുപോയി. ചേരപ്പോ ഒന്ന് പറ, മോട്ടിച്ചൊന്നും അല്ലല്ലോ. ചേതക്കെന്ന് പറഞ്ഞ് അവിടെ നിർത്തിയേക്കോന്ന് നോക്കി. ചേതക്കല്ലേ? ഞങ്ങൾ പോയി ഈ പൊടിയുള്ള സ്ഥലത്തൂടെ അവസാനം പൊടിയെല്ലാം കയറി എനിക്കങ്ങ് ശ്വാസം മുട്ടലായി. രാത്രിയിൽ കടമാട്ടി കൊണ്ടുപോയി ആവിയൊക്കെ പിടിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞ അന്ന് സ്കൂട്ടറിലാണ് ഞങ്ങൾ പോയത്. നമ്മളെ പോയ സ്ഥലത്തിന്റെ പേര് മറന്നു പോയല്ലോ. എവിടാണോ? എവിടാണോ? അപ്പൊ ഇതൊക്കെ ദൈവം നേരത്തെ കണ്ടിട്ടുണ്ട്. അതിന് ഇപ്പം ഇവിടെ വന്നപ്പോ എന്നെ പുള്ളിയുടെ കാറിലാണ് കൊണ്ടുപോയത് പലയിടത്തും. നമ്മുടെ നീതി നിനക്ക് മുമ്പായിട്ട് പുറപ്പെടും. നമ്മളെ നിന്ദിക്കുന്നവരുടെ നടുവിൽ ഞാൻ എപ്പോഴും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയും, ഒരക്ഷരം മറുപടി പറയരുത്, മിണ്ടരുത്. ചില സമയത്ത് മിണ്ടാതിരിക്കണം. മിണ്ടാതിരുന്ന കുരുക്കൊപ്പിക്കരുത്, ഇരുന്ന് പ്രാർത്ഥിക്കണം. നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി പ്രവർത്തിക്കുമെന്ന്. ദൈവത്തിന് മഹത്വം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്, വീരന്മാരുടെ മധ്യേ എനിക്കായിട്ട് ഇറങ്ങി വന്നു. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഇറങ്ങുന്നതിന് ദൈവമുണ്ട്. സീസറയുടെ 900 ഇരുമ്പുരഥങ്ങളും അസംഖ്യം ജനവും ഇസ്രായേലിനെ വട്ടമിട്ട് വളഞ്ഞപ്പോൾ താബോർ മലയുടെ മുകളിൽ ദബോരയും ബാരാക്കും നഫ്താലിയുടെയും ശെബൂലൂന്റെയും 10,000 പേര് താബോർ മലയുടെ മുകളിൽ നിന്ന് ദൈവത്തെ അങ്ങോട്ട് ആരാധിച്ചപ്പോൾ അവർക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കി. അങ്ങനെ വായിച്ച് നക്ഷത്രങ്ങൾ പോലെ വായിച്ച 13 മുതൽ വായിച്ചോ. 13 മുതൽ ഓടിച്ചു വായിക്കും. അന്ന് ശ്രേഷ്ഠന്മാരുടെ ചിത്രവും പടജനവും എനിക്കായി തെരഞ്ഞുവന്ന് വീരന്മാരുടെ മധ്യേ യഹോവയും എനിക്കായി തെരഞ്ഞുവന്ന് ഓടിച്ചു വായിത്. എഫ്രയീമിൽ അമാലേക്കിൽ വേറുള്ളവരും ബെന്യാമീനെ നിന്റെ ജനസമൂഹത്തിൽ മാഗിയിൽ നിന്ന് നായക ദണ്ഡധാരികളും സെബൂലൂൻ നായക ദണ്ഡധാരികളും വന്നു. അടുത്ത വാക്യം. ചാടി പുറപ്പെട്ടു വന്ന് രൂപേന്റെ നീർച്ചാലുകൾക്കെതിരെ അനവധിക മനോധന്യം കൊണ്ടുണ്ടായി. അടുത്ത വാക്യം. ആട്ടിൻകൂട്ടങ്ങൾക്കെതിരെ കുടിലോത്ത് കിടക്കുവാൻ നീ തൊടുത്തു കിടക്കിടയിൽ താമസിച്ച് കിടക്കുന്നത് എന്ത്? രൂപേന്റെ നീർച്ചാലുകൾക്കെതിരെ കനവേറിയ മനോധന്യം കൊണ്ടുണ്ടായി. അടുത്ത വാക്യം. യോർദാൻ അക്കരെ പാർത്തു. പിന്നെ അടുത്തത് ആശയുടെ സമുദ്രതീരത്ത് അനങ്ങാതിരുന്നു. അടുത്തത് പിന്നെ സെബൂലൂൻ പ്രാണനെ തൊലിച്ചു ചേർന്ന് നഫ്താലി പോർക്കള വീടുകളെ തന്നെ. അടുത്ത വാക്യം. രാജാക്കന്മാർ വന്നു പെടുത്തു. താനാക്കിൽ വെച്ച മികച്ച വെള്ളത്തിനിരിക്കെ വന്ന് പെടുതി. പിന്നെ വെള്ളി അവർക്ക് ഉള്ളയായി തീർന്നു. അടുത്തത് പറഞ്ഞോ, ആകാശത്തിലും നക്ഷത്രങ്ങൾ പൊടുതി. നക്ഷത്രം പൊടുതി എന്ന് പറഞ്ഞാൽ അതിനൊരു വ്യാഖ്യാനം ദൂതന്മാരുടെ വാസസ്ഥലം നക്ഷത്രമണ്ഡലങ്ങളിലെന്നാണ്. നക്ഷത്രങ്ങൾ പൊടുതി എന്ന് പറഞ്ഞാൽ പരമാർത്ഥ മനസ്സോടെ താബോർ മലയുടെ മുകളിൽ ദൈവമക്കൾ ആരാധിച്ചപ്പോൾ സ്വർഗത്തിൽ ദൈവം അവർക്ക് വേണ്ടി ദൂതനെ ഇറക്കി. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ഇവിടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. ദൈവത്തിന്റെ രഥങ്ങൾ കോടി ദൂതന്മാർ സദാ സന്നദ്ധരായി നിൽക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഇവിടെ നിന്ന് പരമാർത്ഥ മനസ്സോട് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. ഈ കുടുംബത്തിനകത്ത് ഇന്ന് രാത്രി ദൂതനെ ഇറക്കും. നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ ദൈവം ദൂതനെ ഇറക്കും. നക്ഷത്രങ്ങൾ പൊരുതി അവ സീസണയുമായി സ്വഗതികളിൽ പൊരുതു. അടുത്ത മാറ്റം. ഞാനൊരു വ്യാഖ്യാനം പറഞ്ഞിട്ട് ആ ഭാഗം നക്ഷത്രങ്ങൾ പൊരുതി എന്ന് പറഞ്ഞാൽ ദൂതന്മാർ ഇറങ്ങി പടം വെച്ചു. ഇവൻ 900 ഇരുപതായിട്ടാ പേടിപ്പിക്കാണ്. 900 അതിനെപ്പറ്റി അങ്ങനെ കേട്ടിരിക്കുന്നത്. 900 ഇവിടെ 900 ഇരുപതുണ്ടല്ലോ. 4-ാം അധ്യായത്തിന്റെ ഈ ഭാഗത്ത് 900 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ലേ? 920
അത് വായിക്കാനാ പറഞ്ഞു. അവന് 900 ഇരുമ്പ് രഥം. ഇവന് 900 ഇരുമ്പ് രഥത്തെ കാണിച്ച് പേടിപ്പിക്കുക. ആൾക്കാരെ പറഞ്ഞു അവനോട് കയറി കളിക്കരുത്, അവന് 900 ഇരുമ്പ് രഥം. ശരി പറയത്തില്ലേ പാസ്റ്റർ? ബേബിച്ചാനോട് സംസാരിക്കുന്ന വളരെ ബേബിച്ചാൻ ക്ഷിപ്രകോപി. നേരത്തെ ഇരുന്ന പാസ്റ്ററെ പുള്ളി ഇവിടുത്തെ അല്ല നാട്ടിലെ രീതി വെച്ച് പറയാം. പുള്ളി ക്ഷിപ്ര. എന്നാ ഞാൻ ചോദിച്ച ബേബി, നീ എന്നാ ഐജിയുടെ മുന്നിൽ ചെന്ന് ഐജിയോട് പറയാം, ഐജി ബേബിയോട് നമ്മുടെ അടുത്ത് ബേബി. ബാക്കി ഞാൻ പറയുന്നില്ല. ഐജിയുടെ മുന്നിൽ ചെന്നപ്പോ നീ ഓച്ചാനിച്ച് ബേബി. മനസ്സിലാകുന്നത്? അല്ല സഭയിലൊക്കെ മുന്നിൽ റെഡി കെട്ടിയ അച്ചായമാര് വീട്ടിൽ ചെന്ന് അമ്മാമ്മയുടെ മുന്നിൽ 98 കിലോയും ഉണ്ട്, നല്ല നെഞ്ചുവിന് ചെല്ലു പറയാം, പുള്ളിക്ക് ഇരട്ടച്ചങ്കാണ്, പാസമാരിയൊക്കെ കിട്ടിക്കിടാന്ന് നാളെ വിടണം. അത് അങ്ങനെയുള്ളവര് എന്നെ എല്ലാവർക്കും ഒരു അരുതാജി പോലെ അന്തരീക്ഷം പോകുന്നല്ലോ. എന്നാ പിന്നെ ആ വിഷയം വേണ്ട, കിട്ടേക്കാം, ആ വിഷയം കിട്ടേക്കാം. ഇവൻ 900 ഇരുമ്പ് രഥം. ആൾക്കാരെല്ലാം പറയാം അവന് 900, അവനോട് ഒരു കൊമ്പ് കൊടുക്കരുത്, അവന് 900. സ്തോത്രം. ഈ നമ്മുടെ ഈ ധനമാകാനും പ്രൗഢിയും പത്രാസും ഒന്നും അവിടെ ചെലവാകില്ല. പങ്കുവച്ച പടകും പ്രധാനമുള്ള കപ്പലൊന്നും അന്ന് ചെല്ലുകയാണ്. ഞാൻ പണ്ട് പറഞ്ഞതാ, സന്ദർഭം വന്നുകൊണ്ട് ഒന്നുകൂടെ അങ്ങ് പറയാം. പണ്ടൊരു വീട്ടിൽ ചെന്ന് കത്താന്ന് പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചു, എവിടാ വീട്? ഞാൻ പറഞ്ഞു രാവാലം. ആ വെള്ളക്കുഴിയല്ലേ അല്ല. ഞാൻ പിന്നെ അവരോട് പറഞ്ഞു വെള്ളക്കുഴിയുടെ മാഹാത്മ്യം എന്നാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയൊക്കെ പല സ്ഥലത്തേക്കാളും മെച്ചപ്പെട്ട സ്ഥലമാണ് രാവാലം. ഒരു സ്വോത്രം പറ. നമ്മുടെ ഒരു പുള്ളി ഇരിക്കുന്നത് ഇപ്പൊ സ്വോത്രം പറഞ്ഞു വെച്ചപ്പോ താനങ്ങ് പോകും, ഞാനാ ഇവിടെ പിന്നെ ഇരിക്കണ്ടേ. ഒരു കുഴപ്പമില്ല. ചോദ്യങ്ങളോട് ഞാൻ മറുപടി പറയാം. എത്രയെത്ര പ്രഗത്ഭന്മാര്, ഉന്നതന്മാര്. ലോകത്തിൽ ഒറ്റ ഒരാളേ ഉള്ളു കായൽ രാജാവ് മുരിക്കൻ. കായൽ രാജാവ് 3 കായൽ സ്വന്തം കൃഷി ചെയ്യുന്നത്. ഏതാണ്ട് ഒരു കായൽ 1600 ഏക്കർ. അങ്ങനത്തെ 3 കൂട്ടൻ ചുമ്മായിരിക്കും. പിന്നെ എത്രയോ കെട്ടികെട്ടി വരും. സർദാർ KM പണിക്കര്, അവരുടെ ബന്ധുക്കാരാ ട്രാവൻകൂർ സിസ്റ്റേഴ്സ്, കാവാല നാരായണ പണിക്കര്, അദ്ദേഹത്തിന്റെ മകനെ കാവാല ശ്രീകുമാർ, പിന്നെ അങ്ങനെ ഒത്തിരി പ്രഗത്ഭന്മാര്. എല്ലാം ഞാനിപ്പം വിവരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ അവർക്കൊക്കെ വെളിപ്പെടാത്ത സത്യമായി ഞങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തുന്നു. യേശുവിനെ അറിയുവാനിടയാണ്, രക്ഷിക്കപ്പെടാനിടയാണ്. അതാ ഏറ്റവും വലിയ ഭാഗം. ഞാൻ ആ ഭാഗം അപ്പൊ ഇവനെ പറ്റി 900 ഇരുമ്പ് രഥം. പേടിപ്പിക്കുക, എല്ലാവരും പേടിപ്പിക്കുക. 900 ഇരുമ്പ് രഥം. ഇപ്പം 900 ഇരുമ്പ് രഥമായിട്ട് വന്നിങ്ങനെ ആൾക്കാരെ ദൈവമക്കളെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി നിന്നപ്പോൾ ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടിയാ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി കോടി ദൂതന്മാര് ദൈവമടക്കം വന്നു. ചച്ചോടിന്റെ ഒരു പ്രാവശ്യത്തെ ജനറൽ കൺവെൻഷന് പാടിയ പാട്ട് പിന്നീട് എപ്പോഴും നമ്മൾ പാടാറുണ്ട്. 2 പേര് പാടിക്കോ. കോടി ദൂതരുമായി യേശുരാജൻ വരുന്നേരം മരിച്ചവർ ഉയർത്തിയിടും, വിശുദ്ധന്മാർ പറഞ്ഞിടും. കോടി ദൂതരുമായി ആനന്ദിക്കും. Hallelujah, 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 hallelujah. ഭൂഖണ്ഡത്തിലുള്ള വാഴ്ചയെല്ലാം നിന്നു പോകും, ഇരുൾ മൂടും, ഇടിമുഴങ്ങും, ഇലവിളിയും കണ്ണീർ മാത്രം. 5 ഭൂഖണ്ഡത്തിലുള്ള നിന്നു പോകും, ഇരുൾ മൂടും, ഇടിമുഴങ്ങും, ഇലവിളിയും കണ്ണീർ മാത്രം.
ദൈവമക്കൾ താബോർ മലയുടെ മുകളിൽ ആരാധിച്ചപ്പോൾ ദൈവം ദൂതനെ ഇറക്കി. അതാ വായിക്കുന്നു, നക്ഷത്രങ്ങൾ പൊരുതി അവ സീസറിയുമായി സ്വഗതികളിൽ പൊരുതി. അടുത്ത വാക്യം പാടിയില്ലേ? തള്ളി അവരെ ഒഴുക്കിക്കൊണ്ടുപോയി. അടുത്ത വാക്യം, നീ ബലത്തോടെ നടന്നുകൊള്ളുക. അടുത്തത്, അന്ന് വൽഗീതത്താൽ ശൂരവൽഗീതത്താൽ കുതിരക്കുളമ്പുകൾ കട്ടലക്ക്. നിർത്തിക്ക്. ഒരു കാര്യം പറഞ്ഞ ഭാഗം വിട്ടേക്കാൻ വിഷയമല്ല, ചരിത്രമില്ല. ദൈവമക്കൾ താബോർ മലയുടെ മുകളിൽ ദൈവത്തെ അങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങി. ഇവര് എന്റെ ഭാഷ പറഞ്ഞ ഇടമല നോക്കാതെ ദൈവത്തെ ആരാധിച്ചു. ഇവര് ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവം ദൂതനെ ഇറക്കി. 900 ഇരുമ്പരത്തത്തിനെ അമിച്ച് കെട്ടി കുതിരയുടെ കുതിയാൽ ദൂതം വെട്ടിക്കൊണ്ടപ്പോ കുതിര ആടി. അതാ വൽഗീതം. അന്ന് വൽഗീതത്താൽ കുതിരയുടെ കുതികരം വന്ന് വെട്ടി, കുതിര ആടി കഴിഞ്ഞപ്പം 900 ഇരുമ്പരതമായിട്ട് വന്നവൻ കുഴഞ്ഞു. അവൻ രഥത്തിൽ ഇറങ്ങി. രഥത്തിൽ പോകുന്ന അച്ചായനിപ്പം നടക്കുക. ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാൽ ഈ ചിലരുടെ പ്രൗഢി പത്രാസ് കാണുമ്പോ എനിക്ക് ഊറിയ ചിരി വരും. ഉറക്കം ചിരിക്കുകയല്ല, അവര് തേമ്പിയാൽ തന്നെ എടുക്കും. അതിന്റെ ഉള്ളിൽ ചിരി വരും. തേമ്പിയായി വിട്ടിയുടെ ചിന്തകളുണ്ട്. കാരണം ഒത്തിരി പേരെ നമ്മളെ കണ്ടുവച്ചിരിക്കുക. ധാരാളം ആൾക്കാരെ, എന്നേക്കാൾ അനുഭവം അച്ചായനുണ്ടല്ലോ, എത്രയെത്ര മിടുക്കന്മാര്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ ഞാൻ ഇത്ര അടുത്ത് പറയാം, ഞെളിയാതെ ഭയപ്പെടുക. ഞാൻ നിങ്ങളുടെ ദൈവത്തെ ഭയപ്പെടുക. നമ്മളെ കൊണ്ട് ഒന്നും നടക്കുകയല്ല, ഒന്നും നടക്കത്തില്ല. കുതിരയുടെ കുതികാല് ഞാനും വന്ന് വെട്ടി, കുതിരയാടി ഇവൻ രഥത്തിൽ നിന്ന് ഇറങ്ങി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ തമ്പുരാൻ ചെയ്ത പരിപാടി വേദപഠിതാക്കളെ ചിലര് പറയുന്നത്, ഇവര് ദൈവത്തെ അങ്ങോട്ട് ആരാധിച്ചപ്പോൾ ആലിപ്പഴം കൂടെ ദൈവം പൊഴിപ്പിച്ചു. ആലിപ്പഴം പൊടിപ്പിച്ച് കുതിരയുടെ മേലും ജനങ്ങളുടെ മേലും ഒക്കെ ആലിപ്പഴം വീണു. അതാ പുരാതന നദിയാം അവരെ തള്ളി അങ്ങ് എന്ന് പറഞ്ഞ ആലിപ്പഴം പെയ്താൽ പിന്നെ പേമാരില്ല. ദൈവം തമ്പുരാൻ ആലിപ്പഴം അങ്ങോട്ട് വലിയ കാലില് ആലിപ്പഴം പെയ്തിറങ്ങി പുറകെ പേമാരി വന്നതിന്റെ കുതിരയും കുതിരപ്പടയും ജനങ്ങളെയും അടിച്ചു തൂത്ത് അത് കടലിക്കൊണ്ട് തട്ടി. എന്ന് പറഞ്ഞാൽ ആരാധിക്കുന്നവർക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം ദൂതനെ ഇറക്കും. ഇന്ന് രാത്രി അവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. നിന്റെ നീല നിനക്ക് മുമ്പായിട്ട് പുറപ്പെടും. പിന്നെ വായിച്ചോ, നിന്റെ നീല നിനക്ക് മുമ്പായിട്ട് പുറപ്പെടും. പിന്നെ യോവയുടെ മകത്ത് നിനക്ക് പിൻപടയായിരിക്കും. ഞാൻ വായിപ്പിക്കുന്നില്ല. അത് കേട് പോക്കുന്നവൻ എന്നുള്ള പേര് നിനക്ക് വരും. ഇങ്ങനെ വ്യവസ്ഥ പ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിച്ചാലുള്ള അനുഗ്രഹമാണ് താഴോട്ട്. എന്നിട്ട് 59-ാം അധ്യായത്തിൽ പറയുക, രക്ഷിപ്പാൻ കഴിയാതവണ്ണം. ഞാൻ ആ വാക്യം ഇങ്ങനെ പറയുന്നത്, 58-ാം അധ്യായത്തിന്റെ വ്യവസ്ഥ പ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമൈതൽ പ്രാർത്ഥിക്കുന്ന ദിനങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ ഒരു വിടുതൽ കണ്ടില്ലല്ലോ എന്നോർത്ത് നീ പതറരുത്. ദൈവത്തിന്റെ കൈ മുറുകിയിട്ടില്ല. ഒന്നുകൂടെ പറയാം, ചില വിഷയങ്ങൾക്ക് വേണ്ടി ഉപവസിച്ചും പ്രാർത്ഥിച്ചും ജാഗരിച്ചും ഇരിക്കുന്ന ദൈവമൈതലിനോട് പറയാം, നീ പ്രാർത്ഥിക്കുന്ന ദിനങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ ഒരു വിടുതൽ കണ്ടില്ലല്ലോ എന്നോർത്ത് നീ പതറരുത്. ദൈവത്തിന്റെ കൈ കുറുകിയിട്ടില്ല. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി കരം ചലിപ്പിക്കാൻ പോയാ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. രക്ഷിപ്പാൻ കഴിയാതെ യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. അതിശയനാകുന്ന ദൈവത്തിന്റെ ശക്തിയുള്ള പുലം ഇന്ന് രാത്രി നമ്മെ തുടട്ടെ. ഓടിച്ച് മുമ്പോട്ട് പോകാം. ദൈവത്തിന്റെ കരത്തിന്റെ പ്രത്യേകത, വാക്യങ്ങൾ ഒത്തിരി എടുപ്പിക്കണം, നേരമില്ല. ദൈവത്തിന്റെ കരത്തിന്റെ പ്രത്യേകത, അനുസരിക്കുന്നവർക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരം, മരത്തും അനുസരിക്കുന്നവർക്ക് ഈ കരം ന്യായവതിയുടെ കരം. എന്താ ദൈവത്തിന്റെ കരത്തിന്റെ പ്രത്യേകത? ഉത്തമഗീതം 5:14 പെട്ടെന്ന് വായിച്ചു. ഉത്തമഗീതം 5:14 പെട്ടെന്ന്. ഉത്തമഗീതം 5:14. ഞാൻ ഈ മാന്യ സഹോദരിയോട് പറഞ്ഞെങ്കിലും നീ എടുത്തവർക്കും വായിക്കാം. മാസ്റ്റർ പുള്ളിക്കാരിയോടാ പറഞ്ഞ, പുള്ളിക്കാരി തന്നെ അയാൾ പ്രസംഗിക്കുക, അവർ വായിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് തോന്നും അത് ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. എന്നാലും എനിക്ക് സഹായം ചെയ്തു വായിക്കും. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന ഈ അലങ്കാര ഭാഷയാണ്. ഈ ഉത്തമഗീതങ്ങളുടെ പുസ്തകം ഇടയച്ചെറുക്കനും ആ ശൂലേകാരത്തിയെ പറ്റിയാണല്ലോ. ആ ഇടയച്ചെറുക്കൻ യേശുക്രിസ്തുവിന്റെ നടുവിലായിട്ട് നിൽക്കുക. ആ ഇടയച്ചെറുക്കന്റെ അംഗപ്രത്യേക വർണ്ണനയാ 5-ാം അധ്യായത്തിന്റെ 10 മുതൽ താഴോട്ട് വായിപ്പിക്കുന്നില്ല. അങ്ങനെ അംഗപ്രത്യേക വർണ്ണന വർണ്ണിച്ചിങ്ങോട്ട് വരുമ്പോൾ 14-ാം അധ്യായത്തിൽ അവിടുത്തെ തൃക്കരത്തെ പറ്റി പറയുക. അവന്റെ കൈകൾ ഗോമേതകം പതിച്ചിരിക്കുന്ന 2 ലോഹങ്ങൾ പതിച്ചിരിക്കുന്നു. ഒന്ന് ഗോമേതകം, 2 സ്വർണം. വേദപഠിതാക്കൾ ചില പറഞ്ഞ ഒരു കൈ ഗോമേതകോ ഒരു കൈ സ്വർണ്ണമാണ്. അല്ല, ചില പറഞ്ഞ ഒരു കൈയുടെ പകുതി സ്വർണ്ണവും പകുതി ഗോമേതകം. എന്തും ആയിക്കോട്ടെ, 2 ലോഹമുണ്ട്. ഒന്ന് ഗോമേതകം, 2 സ്വർണം. ഈ
ലോഹങ്ങൾ രണ്ട് വിഷയത്തെ കാണിക്കുന്നു. ഗോമേതകം സ്വർണം അവിടുത്തെ രാജത്വത്തെ കാണിക്കുക എന്ന് പറഞ്ഞാൽ അനുഗ്രഹം, രാജത്വം, അനുഗ്രഹം. അതുകൊണ്ടാണല്ലോ ഈ അഹരോന്റെ മാർപ്പതക്കത്തിൽ കല്ലുകളുണ്ട്. അതിലൊരു കല്ല് അത് ഗോമേതകത്തിന്റെ കല്ല, അത് ന്യായവിധിക്ക് തകല, ദാൻഗോത്രത്തിന് തകല. അപ്പോൾ ഗോമേതകം ന്യായവിധിക്ക് തകല, സ്വർണം അനുഗ്രഹത്തിന് തകല. അതുകൊണ്ടാണല്ലോ കർത്താവിനെ കാണാൻ ചെന്നപ്പോൾ 3 കാര്യങ്ങളല്ലയോ കൊണ്ട് തൃക്കാലത്തിൽ വെച്ചത്. എന്തൊക്കെയാ? പൊന്ന്, നമ്മുടെ പറഞ്ഞ് പൊന്നും മോരും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ് കാച്ചാനായിരിക്കും, മോര് കാച്ചി. പിന്നെ യോസേപ്പിനും മറിയയ്ക്ക് വെച്ചിട്ട് കാച്ചിയ മോര് സ്പീഡ് വായിച്ചതാ. പൊന്നും മോരും നമ്മുടെ അച്ചാറും കാണുമായിരിക്കും. സഹോദരി കൃത്യമായിട്ടാണ് വായിച്ചത് തന്നെ. പൊന്ന്, പിന്നെ അല്ലെന്ന് പൊന്നും മോരും പത്തിയോടെ പൊന്നമൂരെ കുന്തിരിക്കാൻ കാഴ്ച വെച്ചു. നിന്നടുക്കൽ പത്തിയോടെ പൊന്നമൂരെ കുന്തിരിക്കാൻ കാഴ്ച വെച്ചു. ഉന്നതാധികാരമുള്ള മന്നവന്നിരുന്നു തന്നെ സന്നമിച്ചു കോച്ചിക്കും നീതാ നിശങ്കമായി സിയോൻ മണവാളനെ. ശ്രീ നരവതിയെ സിയോൻ മണവാളനെ. കാഴ്ചപാത്രമായ ലോകം ആകെയുത്ത് വിപതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരവതിയെ സിയോൻ മണവാളനെ. ശ്രീ നരവതിയെ സിയോൻ മണവാളനെ. പൊന്നെ മൂലെ കുന്തിരിക്കാം. ഇത് കാഴ്ച. അത് പൊന്ന് അവിടുന്ന് രാജാവാണെന്ന് തെളിയിക്കുക, മൂല് അവരുടെ സ്വന്തം അവിടുന്ന് പ്രവാചകനാണെന്ന് തെളിയിക്കുക, കുന്തിരിക്കം അവിടുന്ന് പുരോഹിതനാണെന്ന് തെളിയിക്കുക. പേരും സ്ഥലവും ആളിന്റെ പേരും ഞാൻ പറയുന്നില്ല. പണ്ടൊരാൾ വ്യാഖ്യാനിച്ചു, പേരൊന്നും പറയുന്നതിന് ആളിപ്പോഴുണ്ട്. പേര് പറഞ്ഞാൽ മോശമില്ല, അല്ലെങ്കിൽ ഞാൻ ചില വിഷയത്തിലൊന്നും പേര് പറയത്തില്ല. അപ്പൊ പുള്ളിയുടെ വ്യാഖ്യാനം പൊന്ന് ഈ യോസേപ്പിനും മറിയയ്ക്കും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രസവം കഴിഞ്ഞപ്പോൾ അല്പം ബുദ്ധിമുട്ടൊക്കെ വന്നു. അപ്പം പൊന്നു കൊണ്ട് പണയം വെച്ചേച്ച് കാര്യങ്ങളൊക്കെ അതിന് ആ പൊന്നു കൊണ്ട് കൊടുത്തു. ദൈവം അത്ഭുതം ചെയ്യുമെന്ന് കരുതലിന്റെ പുള്ളി പറഞ്ഞപ്പോൾ പിന്നെ മൂല് പ്രസവ രക്ഷയ്ക്ക് നമ്മുടെ നാട്ടിലൊക്കെ അരിസ്റ്റോൺ ലീഗുമൊക്കെ പുള്ളിയുടെ വ്യാഖ്യാനമാണ്. പിന്നെ കുന്തിരിക്കം കന്നുകാലിക്കുട്ടിലായതുകൊണ്ട് കൊതുകിന്റെ ശല്യം അവിടെ കുന്തിരിക്കം. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഇവിടെ പൊന്ന് അവിടുന്ന് രാജാവാണ് തെളിയിക്കുക. അപ്പൊ ഇത് അനുഗ്രഹത്തിനും തരല. അങ്ങനെയെങ്കിൽ അവിടുത്തെ തൃക്കൈകൾ പൊന്നും ഗോമേതകം പതിച്ചിരിക്കുന്ന സ്വർണ്ണമാണ്. ഗോമേതക ന്യായവതിയെ കാണിക്കുന്നു, പൊന്ന് അനുഗ്രഹത്തെ അല്ലെങ്കിൽ നന്മയെ കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ അവിടുത്തെ തൃക്കരത്തിന്റെ ഒരു വിശേഷത പറയാം. അനുസരിക്കുന്ന ദൈവമക്കൾക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ ഭരിക്കുന്ന, ദൈവത്തെ വിളിക്കുന്ന, പ്രമേയത്തിൽ നിൽക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ഉപവസിക്കുന്ന, പ്രമേയം കാക്കുന്ന നിനക്ക് നിന്റെ കുടുംബത്തിന് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. എന്നാൽ മറുവശം ദൈവത്തോടും ദൈവജനത്തോടും ഉപദേശത്തോടും പ്രമേയത്തോടും ആരാധനയോടും കൂട്ടായ്മയോട് മറുത്തു മത്സരിക്കുന്നത് ആരാധനയുള്ള ഈ കരം ന്യായവതികളുടെ കരമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആർക്ക് ന്യായവതികളുടെ കരമാകരുത്, ഇന്ന് രാത്രി അനുഗ്രഹത്തിന്റെ കരമാണ്. ഈ കരം ഇന്ന് രാത്രി നിനക്ക് നിന്റെ കുടുംബത്തിനും അനുഗ്രഹമാകണം. ഈ കരം നിനക്ക് നിന്റെ തലമുറയ്ക്കും അനുഗ്രഹമാക്കണം. അനുസരിക്കുന്ന ദൈവമക്കൾക്ക് ഈ കരം അനുഗ്രഹത്തിന്റെ കരമാണ്. ഞാൻ ഓടിച്ച് ചില കാര്യങ്ങൾ പറയാം, നിങ്ങൾ പെട്ടെന്ന് വായിക്കണം. വാക്യങ്ങളല്ല ആദ്യം പറയാം, ചടിയാലാന്ന് വായിക്കാം. പേരെന്നാ? എവിടാ നാട്ടിൽ വീട്? സിബി വായിക്കും. സിബിനല്ലേ? സെൽവി. സെൽവി. സെൽവിയോ ദൈവം നന്നായിട്ട് വായിക്കുന്നുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ കരം വന്നാൽ എന്തൊക്കെ സംഭവിക്കും? ഞാൻ ഓടിച്ചു പറയാം. ഉൽപ്പത്തി പുസ്തകം 32:22 മുതൽ താഴോട്ട്. അതുപോലെ തന്നെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19:7-8, മത്തായി 8:1-2. അതുപോലെ എസെക്കിയേൽ 37:1-2-3. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19:8. എല്ലാ വാക്യങ്ങളും എടുപ്പിക്കുന്നില്ല. ആദ്യം ഉൽപ്പത്തി 32:22 മുതൽ വായിച്ചാട്ടെ. ദൈവത്തിന്റെ കൈ വന്നാൽ എന്ത് സംഭവിക്കും? വായിക്കാം. രാത്രി അവൻ എഴുന്നേറ്റ് 2 ഭാര്യ റാഗേലിലായി, പിന്നെ 2 ദാസി ബിൽഗാ ശിൽപ, പിന്നെ 11 പിള്ളേര്. രൂബേൻ മുതൽ യോസേഫ് വരെ 11 പിള്ളേര്. പിന്നെ
ഈ ചരിത്ര പശ്ചാത്തലം പറയാൻ വിസ്തരിക്കണ്ട. യാക്കോബ് അമ്മായിയപ്പന്റെ വീട് വിട്ടു പോരുക. ദത്തായിരുന്നു, ദത്ത്. എത്രയാന്ന് പറഞ്ഞാൽ ദത്ത് നിന്നാൽ അതിൻ്റെതായ അടുത്ത കാലത്ത് ഞാൻ ചോദിച്ചു, അവൻ വലിയ രസികനാണ്, തെറ്റിദ്ധരിക്കരുത്, പ്രണയരുത്. ഞാൻ ചോദിച്ചു എങ്ങനെ ഇവിടെ വന്നേ? അത് സാരി വിസാലായിരുന്നു എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ സാരി വിസ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മനസ്സിലായില്ല. അവൻ എന്നോട് പറഞ്ഞതാ. ഞാൻ ചോദിച്ചു എങ്ങനെയാ വന്നേ? ഒത്തിരി നാൾ കൂട്ടി കണ്ട്. സാരി വിസ ആയിരുന്നു. എനിക്ക് ഇവിടെ സാധാരണ വിസ ഉണ്ടോ? B1 B2 എന്നൊക്കെ. പിന്നീട് അവൻ വിശദീകരിച്ചു. ഭാര്യ വന്നപ്പോ ഞാനും പുറകെ. അതാ സാരി വിസ. പുള്ളിയുടെ വ്യാഖ്യാനം. ഉടനെ മുഖം ഒന്ന് കറുത്തു. ഞാൻ ഒപ്പിച്ചതല്ല, അവൻ പറഞ്ഞതാ. എത്രയാണെന്ന് പറഞ്ഞാലും ദത്ത് അതിന്റെ ക്ഷീണം വരും. യാക്കോബ് സാരി വിസായിൽ ഒരു 10-20 കൊല്ലം നിന്നു. ഒടുവിൽ പ്രശ്നമായി. പാലയിൽ ആള് ചിരിക്കുന്നല്ലോ, സാരി വിസ ആയിരുന്നോ? അല്ലല്ലോ. അങ്ങനെ എന്നോട് അവൻ പറഞ്ഞതാ. ഞാൻ യോഗം കഴിയുമ്പോൾ അവന്റെ പേര് പറഞ്ഞ. നിങ്ങളാരും പറഞ്ഞതല്ല പറഞ്ഞത്. ഇപ്പോഴും ഉണ്ട്. എന്നോട് പറഞ്ഞതാണ്. ഞാൻ കണ്ടത് ദൈവസന്നിധിയില്ലേ, പേര് ഞാൻ പറയത്തില്ല, അത് മോശമാണ്. ചിലപ്പം അവർ ഓൺലൈനിൽ കാണും. ചുരുക്കി പറഞ്ഞാൽ ദത്ത് നിൽക്കുക. ഒടുവിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഗതികേട് വന്നു. കാരണം അമ്മായിയപ്പന്റെ മുഖം നേരത്തെ ഇരുന്നത് പോലെ അല്ല. 2 അളിയന്മാരുടെ സംസാരം അതും അത്ര കുത്തുമ്പോളും വെച്ചൊക്കെ വർത്താനം പറയുക. ഒരുത്തൻ പറഞ്ഞു, അളിയ കൊച്ചേട്ടാ, നമ്മുടെ അളിയൻ ജേക്കബ് ഉണ്ടല്ലോ, അവന് അനുഗ്രഹം പ്രാപിച്ചത് ദൈവമൊന്നും അനുഗ്രഹിച്ചതല്ല. എന്നെ ചോദിച്ചു, ചേട്ടൻ ചോദിച്ചു ഇന്നെങ്ങനാടാ പേര്? നമ്മുടെ അച്ചായനെ കളിപ്പിച്ചത്. നമ്മുടെ അച്ചായനെ ആർക്കെങ്കിലും കളിപ്പിക്കാവുന്ന അച്ചായനാണോ? അച്ചായൻ രാത്രി കളിപ്പിച്ചേച്ച് ഇരിക്കുക. കല്യാണം നടത്തി ചേട്ടത്തെ അന്യത്തെ കാണിച്ചേച്ച് കെട്ടിച്ചേച്ച് പുള്ളി അന്തം വിട്ടുപോയി. ജേക്കബച്ചാൻ ഇങ്ങനെയാണ് വിളിക്കുന്നത്. ജേക്കബ് ഇവിടെ നിൽക്കുക. മനസ്സിലായി കാണും. ജേക്കബച്ചാൻ ഞങ്ങളുടെ നാട്ടിലൊരു ഭാഷ ഓച്ചറക്കണ്ണിന്ന് വിട്ടാക്ക. അപ്പനെ കളിപ്പിച്ചു. ഇവൻ രാത്രി കളിപ്പിച്ചു. അല്ല, വിറച്ചതാ പോയിരുന്നത്. അതുകൊണ്ട് യാക്കോബ് അപ്പനെ കളിപ്പിച്ചേക്ക് ഇങ്ങോട്ട് വന്നു. ഇവനെ അമ്മാച്ചൻ കളിപ്പിച്ചു. ഇവൻ അപ്പനെ പട്ടാപ്പകൽ കളിപ്പിച്ചു. ഇവനെ അമ്മാച്ചൻ അർദ്ധരാത്രിക്ക് കളിപ്പിച്ചു. ഇവൻ അപ്പനെ കാഴ്ചയില്ലാത്തപ്പോ കളിപ്പിച്ചു. യാക്കോബിന് നല്ല കാഴ്ച ഉള്ളപ്പോ വിറയ്ക്കുന്ന കൊയ്യും. അപ്പനും അമ്മയ്ക്ക് കീഴ്പ്പെടാതെ വളരുന്ന പെൺപിള്ളേർ രണ്ടുപേരെ കെട്ടിച്ച് ഇവിടത്തെ രീതി അറിയത്തില്ല. തന്നെ ജീവിതമായിട്ട് കുഴപ്പമില്ല. നാട്ടിലൊക്കെ അങ്ങനെയൊക്കെ നിൽക്കുന്ന പെൺപിള്ളേർ അവിടെ ജഗജിരി ഒരു അമ്മായിയമ്മ കാണും. ഇവിടെ സൂര്യമനെ നാട്ടിലെ ഭാഷ കട്ടകാലമുള്ള നിർത്തും. ഇവിടെ പറഞ്ഞ മമ്മിക്ക് പോരാട്ടമല്ല, നീ വരുങ്ങാൻ ദൈവം. അങ്ങനെ സംഖ്യാപുസ്തകത്തിലൊക്കെ വാക്യം, യുദ്ധം പറഞ്ഞിട്ടില്ലാത്ത ഇസ്രായേൽ മക്കളെ യുദ്ധം അഭ്യസിപ്പിക്കുക യഹോവ വെച്ച അറിയാമല്ലോ. അതല്ല ദൈവത്തിന് മാറ്റം. ചുരുക്കി പറഞ്ഞാൽ എന്തായാലും സകലം പ്രതികൂലമാണ്. എല്ലാം പ്രതികൂലമായി. അമ്മായിയപ്പന്റെ മുഖഭാവം ശരിയല്ല, അളിയന്മാരുടെ സംസാരം ശരിയല്ല. യാക്കോബിന് മനസ്സിലായി നീ ഇവിടെ നിൽക്കുന്നത് അത്ര പന്തിയല്ല. യാക്കോബ് ഭാര്യമാരെയും പിള്ളേരെയും എല്ലാം കൂട്ടി യാത്ര തിരിച്ചങ്ങോട്ട് സ്വന്തം വീട്ടിലോട്ട് പോകാം. പക്ഷെ പോകുമ്പോൾ ഹൃദയത്തിൽ വേദന. 20 കൊല്ലം മുമ്പ് കൊല്ലാമെന്ന ഏശാവ് ഇവിടെ കൊടുവാളുമായിട്ട് നിൽക്കുക. ഇത് ഭാര്യമാരോട് പറയാൻ പറ്റുമോ? പിള്ളേരോട് പറയാൻ പറ്റുമോ? അവർ ഞെട്ടിക്കൊല്ലും. ഈ കൊച്ചുങ്ങളെല്ലാം കൂടെ ഇട്ടുന്ന് വെക്കാനില്ല യാക്കോബ്. 4 പെണ്ണുങ്ങളാ, റാഹേലും ലേയായും ബിൽഗയും ശില്പയും. അതിനൊക്കെ നോണ്ടാനില്ല യാക്കോബ്. ഒന്നായിട്ട് തന്നെ നമ്മള് മിണ്ടുന്നില്ല. ചെല്ലു പറഞ്ഞു എന്തുകൊണ്ട് വിശേഷം? അവള് വരുന്നുണ്ട്, പിന്നെ വിളിക്കാം. ഒന്നായിട്ട് തന്നെ മിടുക്കന്മാര്, ഭയങ്കര മിടുക്കന്മാര്. എന്തുകൊണ്ട് വിശേഷം? ഞാൻ അവരെ വെച്ച് ചുരുക്കി പറഞ്ഞാൽ വളരെ പ്രതിസന്ധിയാണ്. എല്ലാം പ്രതികൂലമായി തനിക്കുള്ളത് അക്കരെ കിടത്തി അന്ന് രാത്രി കടവിന്റെ സുരക്ഷിക്കുക. ഹൃദയത്തിലെ വേദന. തിരിച്ചു പോകാനൊക്കത്തിൽ അമ്മായിയപ്പന്റെ വീട്ടിൽ അങ്ങോട്ട് ചെന്നാൽ ഏശാവ് കൊല്ലും. ഈ പ്രതിസന്ധിയുടെ നടുവിൽ അന്ന് രാത്രി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിലെ ദൂതൻ അങ്ങോട്ടിറങ്ങി. ദൂതനുമായിട്ട് മല്ല് പിടിച്ചെന്ന ഉൽപ്പത്തിയിൽ ഹോശിയാവ് മല്ല് പിടിച്ചെന്നല്ല, കരഞ്ഞ് പ്രാർത്ഥിച്ചെന്ന. അന്ന് രാത്രി പ്രതിസന്ധിയുടെ നടുവിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ
ദൈവത്തിന്റെ ദൂതൻ ചോദിച്ചു, നിന്റെ പേരെന്നാ? പേര് യാക്കോബ്, കൽബീരിയല്ല. അങ്ങനെയെങ്കിൽ നീ സത്യം സംസാരിച്ചത് കൊണ്ട് നിന്റെ പേര് നീ യാക്കോബ് എന്നല്ല, ഇന്ന് രാത്രി പേര് മാറ്റാൻ പോവുക. നിന്റെ പേര് ഇസ്രായേൽ. മാത്രമല്ല, അന്ന് രാത്രി എന്റെ ഭാഷ പറഞ്ഞ ശാപത്തിന്റെ ദോഷത്തിന്റെ കെടുതിയുടെ പേര് അന്ന് രാത്രി ദൈവം മാറ്റി. എങ്ങനെ? ദൈവത്തിന്റെ ദൂതൻ യാക്കോബിന്റെ തുടയുടെ തടം തൊട്ടു. ആ ദൂതൻ തൊട്ടെന്ന് പറഞ്ഞാൽ ദൈവം തൊട്ടെന്ന്. ദൈവത്തിന്റെ കരം കൊണ്ട് യാക്കോബിനെ തൊട്ടു. അവന്റെ പേരും പ്രകൃതിയും മാറി. പിറ്റേന്ന് അക്കരെ ചെന്നപ്പോൾ കൊല്ലാൻ ഭാവിച്ച ഏശാവ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം നിന്ന് കഴുത്ത് വീണ് ചുംബിച്ചു. ഇന്ന് രാത്രി യാക്കോബിനെ തൊട്ടകരം കുറുകിയിട്ടില്ല. ദൈവത്തിന്റെ കരം നിന്നെ തൊട്ടാൽ നിന്റെ പേരും പ്രകൃതിയും മാറ്റി. നിനക്ക് വിരോധമായി നിൽക്കുന്നവർ ഇന്ന് രാത്രി അനുകൂലപ്പെടും. നിന്നെ കൊന്നുകളയുവാൻ, മകവരുത്തുവാൻ, മുടിച്ചു കളയുവാൻ പദ്ധതിയിട്ടിരിക്കുന്ന ശത്രുക്കളെ അനുകൂലമാക്കി ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ദൈവം തുറക്കും, ആരും അടക്കത്തില്ല. ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ഇന്ന് രാത്രി യാക്കോബിനെ തൊട്ടകരം അവരെ കുറുകെ പോയിട്ടില്ല. ഈ രാത്രി ദൈവം നിന്നെ തുറക്കട്ടെ. നിന്റെ പേരും പ്രകൃതിയും മാറട്ടെ. ശാപലോചനകൾ മാറിപ്പോകട്ടെ. വിരോധമായിരിക്കുന്നതിന് അനുകൂലമാകട്ടെ. ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം ഈ രാത്രി വെളിപ്പെടട്ടെ. ഏലിയാവ് ചൂടച്ചെടിയുടെ കീഴിൽ കിടക്കുക. കിടക്കാൻ കാര്യമല്ല, അവൻ ഇസബേലിന്റെ വാക്ക. ഇസബേലിൽ പറഞ്ഞു, എന്റെ പ്രവാചകന്മാരെ കൊന്നെങ്കിൽ അവരെ ഞാൻ അതുപോലെ. പ്രവചനം മാത്രമല്ല, എനിക്ക് ഇസബേലിൽ ഭീഷണി മാത്രമല്ല, ഇസബേലിനെ പറ്റി പറയുന്നത് ഇവിടെ ശുദ്രം ചെയ്യുന്നവളാണ്, ആവിയാരക്കാരിയാണ്. അതിലെ ഏകു ഇസ്രായേൽ യോനാൻ ചോദിച്ചു, ഏകവേ സുഖമാകുമെന്ന്. ഏക പറഞ്ഞു, എനിക്കോ? നിന്റെ അമ്മ ഇസബേലിന്റെ ശുദ്രം ഇതുപോലെ കൊടികുത്തി വാഴുമ്പോൾ എനിക്ക് സ്വത്തതയോ? ഇവിടെ ശുദ്രം ചെയ്യുന്നവളാണ്. അപ്പൊ വേദപഠിതാക്കൾ ചെല്ലു പറഞ്ഞത് ഈ ആഭിചാരത്തിന്റെ ശക്തിയും കൂടെ എതിർത്ത് നിൽക്കുക. അപ്പൊ ആഭിചാരദോഷം, മരണഭയം, ഈ ആഭിചാരദോഷത്തിന്റെ ശക്തികൾ മരണഭയം വന്നു. അതുകൊണ്ട് അവൻ വളരെ പേടിച്ച് ചൂടച്ചെടിയിടയിൽ മരിക്കാൻ കിടക്കുക. എന്നാൽ ദൂതനങ്ങോട്ട് വന്ന് രണ്ടാമത് തട്ടി. അങ്ങനെ 19:7 തൊട്ട് യഹോവയുടെ ദൂതൻ യാക്കോബിനെ തൊട്ടു. ഇങ്ങനെ തട്ടി എഴുന്നേറ്റ് ഭക്ഷിക്കാൻ പറഞ്ഞു. ആ ആചാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവ് നടന്ന് ദൈവത്തിന്റെ പരമപരമായ ഹോരേബിലെത്തി. ഇന്ന് രാത്രി ദൈവം നിന്നെ തൊട്ടാൽ നിന്റെ മരണഭീതി മാറി. ആവിചാര ശക്തികളെ അടിച്ച് അന്ധകാരത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ച് നിനക്കും നിന്റെ കുടുംബത്തിനും തലമുറയ്ക്കും വിരോധമായി ചെയ്തു വച്ചിരിക്കുന്ന ആവിചാരത്തിന്റെ ശക്തികൾ, അങ്ങനെ മന്ത്രത്തിന്റെ തന്ത്രത്തിന്റെ ശക്തികൾ ഇന്ന് രാത്രി വെട്ടിമാറ്റി നീ ഉദ്ദേശിക്കാത്ത സ്ഥലത്തും ദൈവം നിന്നെ എത്തിക്കും. ഈ രാത്രി മരണഭീതി മാറട്ടെ. ചില ജീവിതങ്ങളെ കാർന്നു നിന്ന മരണത്തിന്റെ കെണികൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. മരണവാശങ്ങൾ ചുറ്റി വേദനകൾ പിടിച്ചു. ഇന്ന് രാത്രി ദൈവത്തിനെ വിടുവിക്കുന്ന രാത്രിയാ. ഈ രാത്രി ദൈവത്തിനെ വിടുവിക്കുന്ന രാത്രി. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഗിരിപ്രഭാഷണം കഴിഞ്ഞ് മലനിറങ്ങി വന്നപ്പോ ഒരു കുഷ്ഠരോഗി മത്തായി 8:2 അപ്പോൾ ഒരു കുഷ്ഠരോഗി പറയാ, യേശുവേ ഗുരു, നിനക്ക് മനസ്സുണ്ടോ എന്നെ ശുദ്ധമാക്കാൻ? വിസ്തരിക്കുന്നില്ല. കർത്താവ് കൈ നീട്ടി അവനെ തൊട്ടു, അവൻ ശുദ്ധമായി. അവിടുത്തെ തൃക്കരത്തിന്റെ പ്രത്യേകത, വിശ്വാസത്തോടെ വരുന്നവന് രോഗശാന്തി കൊടുക്കും. ഇന്ന് രാത്രി നീ രോഗിയായിട്ടായിരിക്കും വന്നത്. വിശ്വാസത്തോടെ വന്നാൽ ഇന്ന് രാത്രി യേശു നിന്നെ സൗഖ്യമാക്കും. കുഷ്ഠരോഗിയെ തൊട്ടകരം കുടുങ്ങിയിട്ടില്ല. ഏലിയാവിനെ തൊട്ടകരം കുടുങ്ങിയിട്ടില്ല. യാക്കോബിനെ തൊട്ടകരം കുടുങ്ങിയിട്ടില്ല. ഈ രാത്രി ദൈവം നിന്നെ സൗഖ്യമാക്കും. അതവനാ നിലപെടവല്ലവന 3 ദിവസം വചനം കേട്ട ജനം 10 ദിവസം 10 ദിവസമൊക്കെ പറഞ്ഞ് പിരിച്ചുവിട്. ഇവിടെ ചായക്കട ഒന്നുമില്ല. ചായക്കട എന്റെ ഭാഷയാണ്. കർത്താവ് നിങ്ങൾ കൊടുത്ത് ഭക്ഷിക്കാൻ, ഞങ്ങളുടെ ഇതിലൊന്നുമില്ല. ഒന്നിരിക്കുന്നോ? എന്നാലും പറഞ്ഞ 5 അപ്പോ. അത് അന്ത്രയോസിന്റെ മോന്റെ കയ്യിലിരിക്കുകയാണ്. ആ ബാലകൻ അന്ത്രയോസിന്റെ മോനായിരുന്നാണ്. അതിന്റെ 10,000 പേരുന്നപ്പം അന്ത്രയോസ് പറഞ്ഞു കൊടുത്ത് ബാലകന്റെ കയ്യിൽ. വീട്ടിൽ വന്നപ്പം അമ്മ കൊടുത്തു വിട്ട് 5 അപ്പം 2 മീൻ. തന്റെ മോനാണ്. വേറെ തെളിയിക്കണം, അത് നേരമില്ല. സ്തോത്രം. അവനിൽ 5 അപ്പം ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. അവിടുത്തെ തൃക്കരത്തിലെടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി, ദൈവത്തെ വാഴ്ത്തി വിളമ്പാൻ പറഞ്ഞു. എന്റെ ഭാഷയുടെ വിളമ്പ് ഊപ്പാട് വന്നു. ഇനി വിളമ്പാൻ പോവുക. ഇങ്ങോട്ട് നോക്കി വിളമ്പാൻ പോകും. ഇനി ഇത് കഴിഞ്ഞ് വേറെ വളം കൊണ്ടുവന്നു വിളമ്പാൻ പോവുക. വിളമ്പി ഇവന്റെ എല്ലാം ഊപ്പാട്. അപ്പൊ ഇങ്ങനെ കുനിയെന്നല്ലേ വിളമ്പന്നെ, പുല്ലിലല്ലേ ഇരുത്തി, ഡെസ്ക് ഇല്ല. അപ്പൊ ശുശ്രൂഷ കുനിയുന്നതല്ല. കുനിയാതെ നിൽക്കുന്നവർക്കെല്ലാം പ്രശ്നമാണ്.
ഞാൻ സഭയിൽ വലിയ പുള്ളിയാ, എല്ലാരും എന്റെ മുന്നിൽ വന്ന് പിന്നെ കോളേജിൽ നല്ല സാലറി എനിക്ക്, അതുകൊണ്ട് എല്ലാരും കുടുംബശ്രീ എടുത്തത് എന്നെ പോലെ പ്രഗത്ഭൻ വേറെ ആരുള്ളൂ, അതുകൊണ്ട് എല്ലാരും വന്ന്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഇവര് കുനിഞ്ഞു വിളമ്പുക. ഒരു കാര്യം, അങ്ങനെ കുനിഞ്ഞു വിളമ്പ് ശുശ്രൂഷിക്കുന്നതിന് ദൈവം മറക്കത്തില്ല. എല്ലാവരും തൃപ്തിപ്പെട്ട് കഴിഞ്ഞപ്പം വിളമ്പിയോട് പറഞ്ഞു 12 കൊട്ടയെ കൊണ്ടുപോകണം. കർത്താവിനെ ശുശ്രൂഷിക്കുന്ന നിന്നെ വെറും കൈയായിട്ട് വിടത്തില്ല. കർത്താവിന്റെ വേലയ്ക്ക് ചുമല് കൊടുക്കുന്ന നിന്നെ വെറും കൈയായിട്ട് വിടത്തില്ല. കർത്താവ് വരാൻ താമസിച്ചാൽ നിന്നെയും നിന്റെ സന്തതിയെയും ഉയർത്തുന്നത് ദൈവമാണ്. എല്ലാവരും തൃപ്തരായി. അവിടുത്തെ തൃക്കരത്തിന്റെ വിശേഷത അവിടുത്തെ വചനം കേൾക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന കാര്യമാണ്. ഇന്ന് രാത്രി ഞാൻ കാര്യം കുറുകിപ്പോയിട്ടില്ല. യാക്കോബിനെ തൊട്ടകര കുറുകിയില്ല, ഏലിയാവിനെ തൊട്ടകര കുറുകിയില്ല, കുഷ്ഠരോഗിയെ തൊട്ടകര കുറുകിയില്ല, അപ്പമെടുത്ത് വാഴ്ത്തകര കുറുകിയിട്ടില്ല. പിള്ളേരുമായിട്ട് വന്നപ്പോ പറഞ്ഞു, കുരു വന്നില്ല, കുരുവുണ്ട്, കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചില്ല. കൊച്ചുങ്ങളെ വേണ്ട. കർത്താവ് പറഞ്ഞു, ഇവിടെ ശിശുക്കളെ ഇങ്ങോട്ട് വിട്. കർത്താവ് കരം വെച്ച് ശിശുക്കളെ അനുഗ്രഹിച്ചു. അവിടുത്തെ കരത്തിന്റെ പ്രത്യേകത നിന്റെ സന്തതിയെ അനുഗ്രഹിക്കുന്ന കരമാണ്. മക്കളാക്കുവാനുള്ള അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലമാണ്. നിന്റെ തലമുറയെ അനുഗ്രഹിക്കുന്ന കരം. ഇന്ന് രാത്രി ആ കരം കുറിഞ്ഞു പോയിട്ടില്ല. അവർ യാക്കോബിനെ തൊട്ടകരം കുറുകിയില്ല, ഏലിയാവിനെ തൊട്ടകരം കുറുകിയില്ല, കുഷ്ഠരോഗിയെ തൊട്ടകരം കുറുകിയില്ല, അപ്പമെടുത്ത് മാറ്റുന്നവരെ കുറുകിയിട്ടില്ല, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച കരം കുറുകിയിട്ടില്ല. ഒരു കാര്യത്തോടെ പറഞ്ഞ് നിർത്തുക, പറയാൻ നേരമില്ല. ഇപ്പൊ തന്നെ സമയം അതിക്രമിച്ചു. അവൻ നമ്മുടെ കർത്താവ് മരിച്ചു, മാനവജാതിക്ക് വേണ്ടി മരിച്ചു. പന്തപ്പാടുകളും പീഡകളെ സഹിച്ച് ക്രൂശിൽ തിരുപ്പാടുകളും തൂങ്ങപ്പെട്ട് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് തിരിജീവനെ തന്നു. രക്തം ചീന്തി അവിടുന്ന് മരിച്ചെന്ന് ഉറപ്പുവരുത്താൻ വിലാപ്പുറത്ത് കുത്തി രക്തം വെള്ളം ചാടി പുറപ്പെട്ടു. ഒടുവിൽ പീലാത്തോസ് ജ്ഞാനഭാരത്തോടെ നമ്മുടെ കർത്താവിന്റെ തിരുശരീരം ക്രൂശിൽ നിറക്കി നിർമ്മല ശീലക്കകത്ത് പൊതിഞ്ഞ് 100 രാത്രി സുഗന്ധക്കൂട്ടാണ് നിർമ്മശീലയിൽ പൊതിഞ്ഞ് അരിമത്തിയേറെ യോസേപ്പിന്റെ ആരംഭക്കത്ത കല്ലറയിൽ യേശുവിനെ കൊണ്ട് അടക്കി കല്ലിട്ട് വെച്ച് മുദ്ര വെച്ച് പടയാളികളെ ഏർപ്പെടുത്തി എങ്ങനെ തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു. ഉയർത്ത കർത്താവ് മറിയയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു, കേവാവിന് പ്രത്യക്ഷപ്പെട്ടു, പന്തിവർക്ക് പ്രത്യക്ഷപ്പെട്ടു, 11 പ്രത്യക്ഷപ്പെട്ടു, മുറിയടച്ചിട്ടപ്പോ പ്രത്യക്ഷപ്പെട്ടു, തോമസ് ഉള്ളപ്പോ പ്രത്യക്ഷപ്പെട്ടു, 500-ലധികം പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. പൗലോസ് പറഞ്ഞ ഒടുവിൽ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു, അകാലപ്രജ പോലെ യാക്കോബിന് പ്രത്യക്ഷപ്പെട്ടു. അവരൊക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെട്ട് ഒടുവിൽ 40 ദിവസം കഴിഞ്ഞ് ഇവരിങ്ങളെ എല്ലാം കൂടെ കൂട്ടി ബെഥാന്യോളം കൊണ്ടുപോയി അന്ത്യകൽപ്പന മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24, അപ്പോസ്തലപ്രവൃത്തി 1:8 അന്ത്യകൽപ്പന കൊടുത്തേച്ച് അവര് നോക്കി നിൽക്കുമ്പോൾ അവിടുന്ന് മേപ്പോട്ട് പോവുക. മേപ്പോട്ട് പോയപ്പോഴേ അവിടെ വായിക്കുന്നത് ആ കരങ്ങൾ 2 ഉയർത്തിക്കൊണ്ടാ പോയത്. ആ 24-50 വായിച്ച് നിർത്താം. ലൂക്കോസ് 24-50 വായിച്ച് നമുക്ക് മെസ്സേജ് അങ്ങ് നിർത്താം. വായിച്ചു 50 അവിടെ മതി. അനന്തരം അവരെ ബെഥാന്യോളം കൂട്ടിക്കൊണ്ടുപോയി. ക്ഷമാഗുണത്തോടെ 2 മിനിറ്റ് എടുത്ത് അങ്ങ് നിർത്തുക. ഏതായാലും വന്നു പോയി, ഞാൻ അടുത്ത ദിവസം പോവുക. ഇതൂടെ കേട്ടോണ്ട് പോകും. ഗുണം വരികയാന്ന് പണ്ടൊരു തള്ള പറഞ്ഞത് ഏതായാലും നരകത്തില്ല, കുറിച്ചും കൂടെ ചുട്ടേക്കാണ്. അപ്പൊ ബെഥാന്യോളം കൂട്ടിക്കൊണ്ട് പോയി അന്ത്യകൽപ്പന കൊടുത്തേച്ച് അവിടുന്ന് സ്വർഗത്തിലേക്ക് പോവുക. ആ പോക്ക് TK ശോഭയില് എലത്തൂരിൽ നിന്ന് കണ്ടു. TK എനിക്കൊന്ന് പുള്ളി അവിടെ ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. കണ്ടതുപോലെ പുള്ളി ഒരു പാട്ടെഴുതി. ആ പാട്ടിന്റെ വരി ഇങ്ങനെ നിങ്ങൾക്കറിയാം. ഒലിവന്നോതും മലയിൽ നിന്നു തിരുജനമരികിൽ നിൽക്കവേ, ഒലിവന്നോതും മലയിൽ നിന്നു തിരുജനമരികിൽ നിൽക്കവേ, ചരണമുയർന്നു ഗഗനേഗതനായി താതനരികിലമർന്നുതാൻ, ചരണമുയർന്നു ഗഗനേഗതനായി താതനരികിലമർന്നുതാൻ. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കൈകൾ ഉയർത്തിക്കൊണ്ടാ പോയത്. എന്റെ ഭാഷ പറഞ്ഞ ആ കരം ഇന്ന് ഉയർന്നിരിക്കുക. എന്തിനാണെന്നറിയാമോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വേർപാട് പാലിച്ച് കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്ന വിശുദ്ധന്മാരെ ഇപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ട് കരം നിൽക്കുക. ഇന്ന് രാത്രി ഈ കുടുംബത്തിന്റെ മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ, കൂടപ്പെട്ടവരുടെ മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. അവിടുത്തെ തൃക്കരം കുറുകിപ്പോയിട്ടില്ല. യാക്കോബിനെ തൊട്ടകരം കുറുകിയില്ല, ഏലിയാവിനെ തൊട്ടകരം കുറുകിയില്ല, കുഷ്ഠരോഗിയെ തൊട്ടകരം കുറുകിയില്ല, അപ്പമെടുത്ത് വാഴ്ത്തുകരം കുറുകിയിട്ടില്ല, ശിശുക്കളെ
എന്നെ കേട്ട് അല്പസമയം അതിക്രമിച്ചെങ്കിലും ഇരുന്ന് കേട്ട് സഹകരിച്ചതിനും ശുശ്രൂഷയ്ക്ക് സഹായമായി നിന്നതിനും വിശേഷിച്ച സെൽവി നന്നായിട്ട് വാക്യം വായിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ. മോനെ നല്ലപോലെ മൈക്ക് റെഡിയാക്കുന്നത് നിന്നെയും ദൈവം ആശീർവദിനെ അനുഗ്രഹിക്കട്ടെ. ഈ സഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ കർത്തദാസനെയും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ മാന്യ സഹോദരന്മാരെയും മോനെ അതെല്ലാം പിടിച്ചല്ലോ. പേരെന്തുവാ? Elvin. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓർക്കുന്ന സമയത്ത് എന്നെയും കുടുംബത്തെയും തിരുവല്ലയിൽ ഒരു കൂട്ടായ്മയ്ക്ക് കൊണ്ട് ഓർത്ത് പ്രാർത്ഥിക്കണം. പിന്നെ നാട്ടിൽ വരുമ്പം ആർക്കെങ്കിലും ഒരു സഭായത്തിന് സംബന്ധിക്കാൻ താല്പര്യമാണെങ്കിൽ ഇവിടുത്തെ പോലെ അപ്പോയിന്റ്മെന്റ് ഒന്നും എടുക്കണം, നേരെ അങ്ങ് വന്നാൽ മതി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാറ്റിലും ഉപരി കർത്താവിന്റെ വരവിനൊരുക്കണം. ആരും കൈവിടപ്പെട്ടു പോകരുത്. എല്ലാവരും നിത്യതയിലെത്തണം. അതിനെ ശുശ്രൂഷ വീണ്ടും ഉതകട്ടെ എന്ന് ആശീർവദിച്ചും പ്രാർത്ഥിച്ചും വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവന്റെ യാത്ര ഓർത്തും ദൈവമക്കൾ പ്രാർത്ഥിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ദൈവം സഹായിക്കട്ടെ.